Hello everyone, welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam ചാനലിലേക്ക് സ്വാഗതം. It's me Lerin Davis, your physics master teacher. അപ്പോൾ മക്കളെ നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ആണ് ഗ്രാവിറ്റേഷൻ. സോ ഗ്രാവിറ്റേഷന്റെ ലൈൻ ബൈ NCERT ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ അല്ലെങ്കിൽ ഈ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. സോ ഓൾമോസ്റ്റ് അല്ല ഇതിന്റെ മുക്കും മൂലം മരിച്ചു പറക്കി നമ്മൾ പഠിച്ചിരിക്കും. സോ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് തന്നെ നിങ്ങൾ ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങളുടെ ഈ സെഷൻ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം മാം യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ളത്. ലൈവ് ചാറ്റിലല്ല കമന്റ് ബോക്സിൽ, കാരണം ലൈവ് ചാറ്റ് നിങ്ങൾക്ക് അറിയാലോ പിന്നീട് നമുക്ക് കിട്ടത്തില്ല. സോ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക മാം യൂസ്ഫുൾ ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ മനസ്സിലാകാത്ത ഏതെങ്കിലും പോർഷൻസോ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കമന്റ് ചെയ്യാം. മാം ഈ ഒരു ടൈമിൽ പറഞ്ഞ സംഭവം ഞങ്ങൾക്ക് ക്ലിക്ക് ആയിട്ടില്ല എന്നുള്ളതൊക്കെ ഒന്ന് പറയാം കേട്ടോ. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇത്രയും സംഭവങ്ങളാണ് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഇൻട്രൊഡക്ഷൻ ഉണ്ട്, കെപ്ലേഴ്സ് ലോ ഉണ്ട്, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഉണ്ട്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഉണ്ട്. സോ ഈ 4 സംഭവങ്ങളുണ്ടല്ലോ, അതായത് 7.4 ഇൻക്ലൂഡിങ് 7.4 നമ്മൾ ഓൾറെഡി അറിയാവുന്നതാണ്. അതായത് നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ട് വന്നിട്ടുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് 7.4 വരെ നമുക്ക് വളരെ ക്വിക്ക് ആയിട്ട് തന്നെ പോകാനായിട്ട് പറ്റും. ആൻഡ് NCERTയിൽ ഒരുപാട് കഥകൾ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വളരെ കുറച്ച് കാര്യങ്ങൾ തന്നെ എടുത്താൽ മതി. ഓക്കെ, യെസ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ തുടങ്ങാം, അടിപൊളിയായിട്ട് തന്നെ തുടങ്ങാം. ഫുൾ ഓൺ എനർജിയിൽ ഇരിക്കുക. നിങ്ങൾക്ക് എക്സാംസ് വരാൻ പോകുകയാണ്. സോ അതിന്റെ സീരിയസ്നെസ്സോട് കൂടെ തന്നെ അറ്റൻഷൻ കൊടുത്ത് ഫോക്കസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. സോ ഗ്രാവിറ്റേഷനിലെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിലോട്ട് നമ്മൾ പോവാണ്. ഇൻട്രൊഡക്ഷനിൽ കാര്യമായിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല. എങ്ങനെയാണ്, അതായത് നമുക്കറിയാം ഇന്നത്തെ മോഡേൺ ആസ്ട്രോണമിയുടെ തന്നെ ഏറ്റവും വലിയൊരു നട്ടെല്ലെന്ന് വേണമെങ്കിൽ പറയാം കെപ്ലേഴ്സ് ലോസ്. ഓക്കെ, എവിടെ നിന്ന് എവിടേക്ക് എത്തി എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ നമ്മുടെ ഈ ഭൂമി, സൂര്യൻ, അതർ പ്ലാനറ്റ്സ് ഇതൊക്കെ എങ്ങനെയാണ് കറങ്ങുന്നത്, ഇതിൽ ആരാണ് കറങ്ങുന്നത്, ഈ കാര്യങ്ങളിലൊക്കെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സോ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു എവിടെയായിരുന്നു, യെസ്, ടോളമി. ഓക്കെ, ടോളമി ആയിരുന്നു ഫസ്റ്റ് പറഞ്ഞത്. അതായത് സൂര്യന് ചുറ്റും, ഭൂമിക്ക് ചുറ്റും സൂര്യനും മറ്റെല്ലാ ഗ്രഹങ്ങളും ബാക്കി എല്ലാ സംഭവങ്ങളും സ്റ്റാർസും എല്ലാം എന്ത് ചെയ്യാണ്, നിശ്ചലമായിട്ട് നിൽക്കുന്ന ഭൂമിക്ക് ചുറ്റും കറങ്ങുവാണെന്നാണ് എന്ത് പറഞ്ഞത്, യെസ്, ടോളമി പറഞ്ഞത്. അതിനുശേഷം ഒരുപാട് പേരുടെ റിസർച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് എവിടേക്ക് എത്തിയത്, യെസ്, നമ്മുടെ സ്വന്തം കെപ്ലേഴ്സിലോട്ട് എത്തിയത്. ഓക്കെ, കെപ്ലറാണ് പിന്നീട് അദ്ദേഹത്തിന്റെ ഗുരുവിൽ നിന്നും ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് റിസർച്ച് ചെയ്ത് ഇന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളിലോട്ട് റിയാലിറ്റിയിലോട്ട് നമ്മൾ കൊണ്ടുവന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് നമ്മുടെ സ്വന്തം ആര്യഭട്ട, നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം ആര്യഭട്ട. ഓക്കെ, അദ്ദേഹമാണ് ഹീലിയോസെൻട്രിക് മോഡൽ സജസ്റ്റ് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി അതും ഒരു നാഴികക്കല്ലായിരുന്നു, ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. സോ യെസ്, അപ്പം അങ്ങനെ നമ്മൾ നേരെ കെപ്ലേഴ്സ് ലോയിലോട്ട് വരുവാണ് കേട്ടോ. സോ ഇൻട്രൊഡക്ഷനിലെ കാര്യമായിട്ട് നിങ്ങൾക്ക് ക്രൂക്കഡായിട്ട് എന്തെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല കേട്ടോ. ജസ്റ്റ് ഒരു ഹിസ്റ്ററി ബേസ്ഡ് ആണ്. എങ്ങനെയാണ് ഈ ഒരു സംഭവത്തിലോട്ട്, അതായത് ഇന്ന് നമ്മൾ വിശ്വസിച്ച് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഭൂമി എങ്ങനെയാണ് കറങ്ങുന്നത്, സൂര്യൻ എങ്ങനെയാണ്, സൂര്യനാണോ ഭൂമിയാണോ നിശ്ചലമായിട്ടിരിക്കുന്നത്, സോ ഇന്നത്തെ തിയറീസിന് എല്ലാം സാധൂകരിക്കുന്ന അല്ലെങ്കിൽ അതിലോട്ട് എങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഐഡിയ ആണ്. അതിൽ കാര്യമായിട്ടൊന്നുമില്ല. ഇനി നേരെ നമ്മൾ കെപ്ലേഴ്സ് ലോയിലോട്ട് വരുവാണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് കെപ്ലേഴ്സ് ലോ. 3 ലോസ് അല്ലെ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ. ഓക്കെ, അപ്പം ഇതിലെ ഫസ്റ്റ് ലോയിൽ നമ്മൾ എത്തുമ്പോഴത്തേനും ലോ ഓഫ് ഓർബിറ്റ്സ് ആണ്. ഓക്കെ, എന്താണ് ഫസ്റ്റ് ലോ? ലോ ഓഫ് ഓർബിറ്റ്സ് ആണ്. ഓക്കെ, യെസ്. അപ്പം അവിടെ പറയുന്നത്, ഓൾ പ്ലാനറ്റ്സ് മൂവ് ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്സ് വിത്ത് ദ സൺ സിറ്റുവേറ്റഡ് അറ്റ് ദ വൺ ഓഫ് ദി ഫോസി. അപ്പം ഞാൻ പറയട്ടെ, എന്താണ് എലിപ്റ്റിക്കൽ ഷേപ്പ്? നമുക്ക് സർക്കിൾ നമുക്ക് പരിചയമുണ്ട് അല്ലേ. നമ്മൾ ഞാൻ വൺ ഷോട്ടിൽ സ്പെസിഫൈ ചെയ്തിരുന്നു അല്ലെ. നമ്മൾ ഒരു സെന്ററിൽ ഇങ്ങനെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് ലൈക്ക് നമ്മൾ പൂക്കളൊക്കെ വരയ്ക്കുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ കോമ്പസ് കൊണ്ട് നമ്മളൊരു വൃത്തം ഷേപ്പ് അല്ലെങ്കിൽ സർക്കിൾ നമ്മൾ വരയ്ക്കുമല്ലോ, അത് നമുക്കറിയാം, അതാണ് സർക്കിൾ. അങ്ങനെയാണെങ്കിൽ എലിപ്റ്റിക്കൽ ഷേപ്പ് എങ്ങനെയാ വരും? ഒന്നുമില്ല, അതിന് 2 സ്പോട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ 2 സ്പോട്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു ത്രെഡ് വെച്ചിട്ട് ഇതേപോലെ നമ്മൾ എലിപ്റ്റിക്കൽ ഷേപ്പ് ഉള്ള ഒരു പൂക്കളം നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, സോ ഇവിടെ നിന്ന് ഒരു ത്രെഡ് കണക്ട് ചെയ്തു, ഇവിടെ നിന്ന് ഒരു ത്രെഡ് കണക്ട് ചെയ്തു, ഇവിടെ നിന്നിട്ട് ഇത് കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ചോക്ക് നമ്മൾ കണക്ട് ചെയ്ത് ഈ ഒരു ചോക്ക് കൊണ്ട് നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഷേപ്പാണ് എന്താ മക്കളെ, എലിപ്റ്റിക്കൽ ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ, എലിപ്റ്റിക്കൽ ഷേപ്പ് എന്ന് പറയുന്നത്. ഈ എലിപ്റ്റിക്കൽ ഷേപ്പ് നമുക്ക് പറയാം, ഇതിന്റെ ഈ ഭാഗങ്ങൾ ഉണ്ടല്ലോ, ഈ ഭാഗങ്ങൾ കുറച്ച് പരന്നതും സൈഡ് ഭാഗങ്ങൾ എന്തായിരിക്കും, കുറച്ച് ബൾജഡും ആയിരിക്കും.
ഓക്കെ അല്ലേ? എലിപ്റ്റിക്കൽ ഷേപ്പ് എന്ന് പറയുന്നത് ഇതാണ്. കണ്ടോ, ഇതിന് 2 ഫോസൈ ഉണ്ട്. ഓക്കെ, 2 ഫോസൈ ഉണ്ടായിരിക്കും എലിപ്സ് എന്ന് പറയുന്ന ഷേപ്പിന്. സോ ഇതാണ് എക്സാക്ട്ലി സർക്കിളും അതുപോലെ തന്നെ എലിപ്സും തമ്മിലുള്ള വ്യത്യാസം. സർക്കിളിനാണെങ്കിൽ ഒരൊറ്റ ഫോക്കസ്, ഒരൊറ്റ സെന്റർ പോയിന്റ് ഉണ്ടാവുള്ളൂ. ഇവിടെയാണെങ്കിൽ 2 ഫോസൈ ഉണ്ട്. സോ ഇതാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് എലിപ്സ് വരയ്ക്കാനുള്ള അല്ലെങ്കിൽ എലിപ്സ് ഷേപ്പ് നമുക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മാർഗം. ഓക്കെ, സോ ഇതിലെന്താ പറയുന്നത്? യെസ്, സൂര്യന് ചുറ്റും എല്ലാ പ്ലാനറ്റ്സും എങ്ങനെയാ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? യെസ്, ഈ എലിപ്റ്റിക്കൽ ഷേപ്പ് ഉള്ള ഈ ഒരു ഓർബിറ്റിലാണ് എന്ത് ചെയ്യുന്നത്? ഇതെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അതിന്റെ ഷേപ്പ് എന്താണ്? ഇവർ കറങ്ങുന്ന ഓർബിറ്റിന്റെ ഷേപ്പ് എന്താണ്? എലിപ്റ്റിക്കൽ. ഇത്രയേ ഉള്ളൂ ലോ ഓഫ് ഓർബിറ്റ്സ് എന്ന് പറയുന്നത്. Okay, this law was deviation from the Copernican model which allowed only circular orbits. Okay, അതായത് കോപ്പർനിക്കസിന്റെ ഐഡിയ അനുസരിച്ചിട്ട് ഇവർ മൂവ് ചെയ്യുന്ന എങ്ങനെയാണ്? സർക്കുലാർ ഷേപ്പിലാണ്, സർക്കുലാർ ഓർബിറ്റിലാണ് എല്ലാം കറങ്ങുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ തിയറി. പക്ഷെ അതിന് കോൺട്രഡിക്ഷൻ ആയിരുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ഡീവിയേഷൻ ഉള്ളതായിരുന്നു എലിപ്റ്റിക്കൽ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ്. ദ എലിപ്സ് ഓഫ് വിച്ച് ഓഫ് സർക്കിൾ ഇസ് എ സ്പെഷ്യൽ കേസ്. ഓക്കെ, സർക്കിളിന്റെ തന്നെ ഒരു സ്പെഷ്യൽ കേസ് ആണ് എലിപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈസ് എ ക്ലോസ്ഡ് കർവ് വിച്ച് ക്യാൻ ബി ഡ്രോൺ വെരി സിംപിൾ ആസ് ഫോളോസ്. ഓക്കെ, ഇത് നമ്മൾ എക്സാക്ട്ലി നമ്മൾ പറഞ്ഞു, അതായത് നമ്മൾ പറഞ്ഞല്ലോ 2 പോയിന്റ്സ് വെക്കുന്നു. ഈ 2 പോയിന്റ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ത്രെഡ് വെച്ച് കണക്ട് ചെയ്തിട്ട് നമ്മൾ വരയ്ക്കുന്നു. ഇതാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ. എന്താണ് എലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിളിന്റെ തന്നെ ചെറിയൊരു സ്പെഷ്യലൈസ്ഡ് ഫോം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അത്രയുള്ള വ്യത്യാസം. അതിന് 2 ഫോസേ ഉണ്ടായിരിക്കും. വേറെ വരയ്ക്കാൻ പ്രത്യേകിച്ച് നമ്മൾ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ ഓൾറെഡി പഠിച്ചു. ഓക്കെ, യെസ്. ഇനി നമ്മൾ സെക്കൻഡ് ലോയിലോട്ട് വന്നു കേട്ടോ. സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് ഏരിയാസ് ആണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നതിൽ എലിപ്റ്റിക്കൽ ഷേപ്പ് എന്താണെന്ന് മനസ്സിലാക്കുക. ആൻഡ് ആ ലോ എന്താ സ്റ്റേറ്റ് ചെയ്യുന്നത്? ലോ സ്റ്റേറ്റ് ചെയ്യുന്നൊന്നുമില്ല. അതായത് സൂര്യന് ചുറ്റും പ്ലാനറ്റ്സ് ആയിക്കോട്ടെ ബാക്കി എന്തോ ആയിക്കോട്ടെ കറങ്ങുന്നത് എങ്ങനെയാണ്? ഒരു എലിപ്റ്റിക്കൽ പാത്തിലൂടെയാണ്, അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ ഷേപ്പുള്ള ഒരു ഓർബിറ്റിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഇവരെല്ലാം കറങ്ങുന്നത്. ഇത്രയും കാര്യമാണ് ഫസ്റ്റത്തെ ആ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളൂ. ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. ആൻഡ് മനസ്സിലായവർ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തത് ലോ ഓഫ് ഏരിയാസ്. ലോ ഓഫ് ഏരിയാസ് എന്താണ്? യെസ്, ഒന്നുമില്ല, സിമ്പിൾ. അതായത് ഒരു ഇപ്പൊ നമ്മുടെ ഇതാണല്ലോ എലിപ്റ്റിക്കൽ ഷേപ്പ്. ഓക്കെ, അതായത് കുറച്ച് മുകൾ ഭാഗം ഫ്ലാറ്റൻഡ് ആയിട്ടും സൈഡ് കുറച്ച് ബൾജ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഷേപ്പാണ് എലിപ്റ്റിക്കൽ ഷേപ്പ് എന്ന് പറയുന്നത്. സോ എക്സാക്ട്ലി ഞാൻ സൂര്യനും അതുപോലെ തന്നെ നമ്മുടെ ഭൂമിനെയും വരയ്ക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, സോ ഇത് നമ്മുടെ എലിപ്റ്റിക്കൽ ഷേപ്പ്. ഏറെക്കുറെ ഈ ഒരു ഷേപ്പാണെന്ന് നിങ്ങൾ വിചാരിക്കാം. ഓക്കെ, സോ നമുക്കറിയാം 2 ഫോസേ ആണുള്ളത് അല്ലേ? അതിൽ ഒരു ഫോസയിലാണ് ആരിയ്ക്കുന്നത്? നമ്മുടെ സൺ ഇരിക്കുന്നത്. ഓക്കെ, ഒരു ഫോസയിലാണ് ആരിയ്ക്കുന്നത്? സൺ ഇരിക്കുന്നത്. ഇനി നമുക്കറിയാം എർത്ത് ഈ ഒരു എലിപ്റ്റിക്കൽ പാത്തിലൂടെ ഫസ്റ്റ് ഇവിടെ എത്തി. ഓക്കെ, പിന്നെ ഇങ്ങനെ കറങ്ങി ഇവിടെ എത്തും അല്ലെ? പിന്നെ കറങ്ങി ഇവിടെ എത്തും അല്ലെ? അങ്ങനെ ഓരോ പോയിന്റിലും, അതായത് ഓരോ സമയം കഴിയുമ്പോഴും എർത്ത് എന്ത് ചെയ്യും? കറങ്ങി വിവിധ സ്ഥലങ്ങളിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ സപ്പോസ് ലെറ്റ്സ് സേ നമ്മുടെ എർത്ത് ഇരിക്കുന്നത് ഇവിടെയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ഇത്. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസിനെ ഞാൻ R1 എന്ന് വിളിച്ചു എന്ന് വിചാരിക്കാം കേട്ടോ. അപ്പം ഈ R1 ആണ് നമ്മൾ പറയുന്ന പെരിഹിലൻ. ഓക്കെ, ആ ഒരു പോയിന്റിന് പറയുന്ന പേരാണ് പെരിഹിലൻ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് ഒന്നും കൂടെ പറയും. അപ്പൊ പെരിഹിലൻ എന്ന് പറയുന്നത്. ഇനി ഇതേ ഭൂമി കറങ്ങി എന്ത് ചെയ്തു? ഇവിടെ എത്തി. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സാക്ട്ലി സണ്ണിൽ നിന്നും ഏറ്റവും കൂടുതൽ ദൂരെയുള്ള സ്ഥലമാണ്. അതാണ് അപ്ഹിലൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? പെരിഹിലൻ എന്താണ്, അപ്ഹിലൻ എന്താണെന്ന് മനസ്സിലായല്ലോ? സണ്ണിൽ നിന്നും, ഓക്കെ, സണ്ണിൽ നിന്നും എർത്ത് ഏറ്റവും ദൂരെയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയും എന്താണ്? അപ്ഹിലൻ എന്ന് പറയും. ഏറ്റവും അടുത്താണെങ്കിൽ നമ്മൾ പറയും പെരിഹിലൻ എന്ന് പറയും. ക്ലിയർ അല്ലേ? ഇനി ഈ എലിപ്സിനെ തന്നെ ഷേപ്പ് പറയുമ്പോൾ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. ഇതാണ് എലിപ്സ് ഷേപ്പ് എങ്കിൽ ഇതിന് 2 ആക്സിസ് ഉണ്ട്. ഒന്നാമത്തെ ആക്സിസ് ആണ്, അതായത് ഈ ലെങ്തി ആയിട്ടുള്ള ആക്സിസ് ആണ് മേജർ ആക്സിസ്. ഓക്കെ, എന്താണ് മേജർ ആക്സിസ്? ഇതെന്താടാ? ദിസ് ഇസ് മൈനർ ആക്സിസ്. ഓക്കെ, ആൻഡ് ഈ മേജർ ആക്സിസിന് പകുതി എടുത്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? സെമി മേജർ ആക്സിസ് ആണ്. ഓക്കെ, അതായത് ഈ സംഭവമാണ് സെമി മേജർ ആക്സിസ്. ഇതിനെ നമ്മൾ എ എന്ന് വിളിക്കും. അപ്പം അഗൈൻ ഇത് എക്സാക്ട്ലി ഹാഫ് ആയതുകൊണ്ട് തന്നെ ഇത് എന്തായിരിക്കും? എ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മേജർ ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്? 2A ആണ്. ഇനി മൈനർ ആക്സിസ് ഉണ്ട്, എക്സാക്ട്ലി ഇതിന്റെ ഹാഫ്. ദിസ് ഇസ് ബി ആൻഡ് ദിസ് ഇസ് ബി. സോ 2B ആണെന്ന് പറയുന്നത് മൈനർ ആക്സിസ് എന്ന് പറയുന്നത്. സെമി മൈനറോ? സെമി മൈനർ എന്ന് പറഞ്ഞാൽ B ആണ് വരുന്നത്. ഓക്കെ, എലിപ്റ്റിക്കൽ ഷേപ്പിന് കുറച്ചും കൂടെ കാര്യമായിട്ട് നമ്മൾ പഠിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്നവരാണെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. സോ ഇതാണ് എലിപ്റ്റിക്കൽ ഷേപ്പ്. അതിന് 2 ആക്സിസ് ഉണ്ട്, മേജർ ആക്സിസും മൈനർ ആക്സിസും ഉണ്ട്. ഇനി നമുക്ക് ഈ എന്താ പറയുക മേജർ ആക്സിസ്, സെമി മേജർ ആക്സിസിനെ തന്നെ നമ്മൾ ഒരു ഫോമിലും കൂടെ എഴുതുക. നമുക്കറിയാം സെമി മേജർ ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇതാണ് നമ്മുടെ എന്താ പറയാ എക്സാക്ട്ലി സെന്റർ വരുന്നത് അല്ലെ? എ വരുന്നത്. ഓക്കെ, ഇനി ഞാൻ എന്താ പറയുന്നത്? സെമി മേജർ ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ R1 + R2 ഡിവൈഡഡ് ബൈ 2 ആണെന്ന് പറയുവാണ്.
ഇത് ശരിയാണോ തെറ്റാണോ? R1 + R2, അതായത് സണ്ണിൽ നിന്ന് ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ഓക്കെ കൺസിഡർ ചെയ്തു, അതേ സണ്ണിൽ നിന്ന് ഏറ്റവും ഫാർ ഡിസ്റ്റൻസും നമ്മൾ കവർ ചെയ്തു. അതാണ് R1 ഉം R2. ഈ R1നെയും R2നെയും നമ്മൾ സം എടുത്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ പറയുന്നു സെമി മേജർ ആക്സിസിന്റെ ലെങ്ത് ആ കിട്ടാന്ന് പറയുന്നു. ഇസ് ഇറ്റ് ട്രൂ? യെസ്, ഓഫ് കോഴ്സ് അല്ലേ. R1 + R2 ഡിവൈഡഡ് ബൈ 2 ആണ് സെമി മേജർ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യം കിട്ടിയല്ലോ. ഇനി ഞാൻ കണ്ടന്റിലോട്ട് വരുവാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഷേപ്പ് മനസ്സിലായി. അതിൽ നമ്മൾ കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വേർഡ്സ്, അതായത് സെമി മേജർ ആക്സിസ്, പെരിഹിലൻ, അപ്ഹിലൻ. ഓക്കെ, ഇങ്ങനത്തെ ഈ പെരിഹിലനെ തന്നെ നമ്മൾ പറയുന്ന പേരാണ് പെരിഗി. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ അപ്ഹിലന് പറയുന്ന പേരാണ് അപ്പോഗി. ഓക്കെ, അപ്പൊ ആ കാര്യം കൂടെ ഒന്ന് മനസ്സിൽ വെച്ചേക്കാം കേട്ടോ. യെസ്. അപ്പൊ എന്താ ലോ ഓഫ് ഏരിയാസ്? ലോ ഓഫ് ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലായി അതിന് ഏരിയയുമായിട്ട് എന്തോ ബന്ധമുണ്ട്. ഓക്കെ, സോ അങ്ങനെ ഏരിയ ആയിട്ട് ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഇപ്പം ലെറ്റ്സ് സേ ഇതാണ് നമ്മുടെ എലിപ്സ്. ഓക്കെ, സോ ഇവിടെയാണ് നമ്മുടെ സൺ ഇരിക്കുന്നത്, ഇതാണ് നമ്മുടെ സൺ ഇരിക്കുന്നത്. സോ ഇപ്പം നമ്മുടെ എർത്ത് ഇരിക്കുന്ന പൊസിഷൻ എ ആണ്. ഓക്കെ, ഒരു 30 days അല്ലെങ്കിൽ ഒരു 10 days നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, 10 days കഴിയുമ്പം സൺ ഇരിക്കുന്നത് ഈ ബി എന്ന് പറയുന്ന പൊസിഷനിലാണ്. ഓക്കെ അല്ലേ, ബി എന്ന് പറയുന്ന പൊസിഷനിലാണ്. അപ്പൊ ഞാൻ സണ്ണിൽ നിന്ന് എക്സാക്ട്ലി എന്ത് ചെയ്തു, 2 ലൈൻസ് അങ്ങ് വരച്ചു. ഓക്കെ, ഇനി അടുത്തത് ഞാൻ പറയട്ടെ, 10 ദിവസം തന്നെ ഞാൻ പിന്നെയും കാൽക്കുലേറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 10 ദിവസം കഴിഞ്ഞപ്പം വീണ്ടും 10 ദിവസം കഴിഞ്ഞപ്പം നമ്മുടെ അർത്ഥിരിക്കുന്നത് എവിടെയാണ്? ഇവിടെയാണ്, സി എന്ന് പറയുന്ന പോയിന്റിലാണ്. ഇനി ഞാൻ പിന്നെയും ഒരു 10 ദിവസം ഞാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞപ്പം എർത്തിരിക്കുന്ന എവിടെയാണ്? യെസ്, ഡിയിലാണ്. ഓക്കെ, സോ അങ്ങനെ ഞാൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം ഞാൻ കൺസിഡർ ചെയ്തിട്ട് അതിനുശേഷം ഞാൻ നോക്കി ഈ ഒരു ഏരിയ. ഓക്കെ, ഫസ്റ്റ് ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ ഞാൻ നോക്കി. അതിനുശേഷം ഞാൻ എന്താ ചെയ്തത്, നെക്സ്റ്റ് ട്രയാങ്കിളിന്റെ ഏരിയ നോക്കി, അതായത് ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ നോക്കി. ഓക്കെ, ദെൻ ഇവന്റെ ഏരിയയും കൂടെ നോക്കി. അങ്ങനെ നോക്കിയപ്പോഴാണ് ഇത് A1 ആണ്, ഇത് A2 ആണ്, ഇത് A3 ആണെങ്കിൽ എനിക്ക് കിട്ടിയത് എന്താണെന്ന് അറിയാവോ? A1 = A2 = A3 which is equal to A. ഇതെങ്ങനെയാ വന്നത്? അതാണ് ലോ ഓഫ് ഏരിയാസ് എന്ന് പറയുന്നത്. അതായത് ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ, ഓക്കെ, ഒരു ΔT ഇന്റർവൽ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ ΔT ടൈമിൽ കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ΔT സെയിം ഇന്റർവൽ ആണ്, ടൈം ഇന്റർവൽ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? യെസ്, ഈ പറയുന്ന ഏരിയ സ്വീപ്പ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സാക്ട്ലി ഈക്വൽ ആയിരിക്കും. ഓക്കെ അല്ലേ? എക്സാക്ട്ലി ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുവാണ് ΔA/ΔT which will be a constant. Okay, ΔA/ΔT which is a constant, and this is known as aerial velocity. Okay, this is known as aerial velocity. Clear ആയല്ലോ? ഇപ്പോൾ ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയില്ലേ? നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. ലോ ഓഫ് ഏരിയാസ്. The line that joins any planet to the sun. Okay, സണ്ണിൽ നിന്നും പ്ലാനറ്റിലോട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, സോ ഇവിടെയാണ് ഫസ്റ്റ് ഇരിക്കുന്നത്, സെക്കൻഡ് ഇവിടെയാണ് ഇരിക്കുന്നത്. നമ്മൾ ആ ലൈൻ വരച്ചു. സൺ സ്വീപ്സ് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. ഓക്കെ, ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. ക്ലിയർ അല്ലേ? ദിസ് ഇസ് സിംപ്ലി എന്താണ്? ലോ ഓഫ് ഏരിയാസ് എന്ന് പറയുന്നത്. This law comes from the observation that planets appear to move slower when they are farther from the sun and then, okay, yes. അതായത് ഈ ഒരു ലോയിലോട്ട് വരാനുള്ള ഏറ്റവും വലിയൊരു കാര്യം പറയട്ടെ, ആ കാരണം നമ്മൾ കുറച്ചൊരു ഡെറിവേഷൻ ആയിട്ട് നമ്മൾ വൺ ഷോട്ടിൽ ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നത് ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ ഡെറിവേഷൻ ഉണ്ട്. സോ തീർച്ചയായിട്ടും പറഞ്ഞു വരുന്നത് എന്താണെങ്കിൽ ഇതാണ് നമ്മുടെ ഇലക്ട്രിക്കൽ ഷേപ്പ് അല്ലേ. സോ ഇവിടെയാണ് നമ്മുടെ സൺ ഇരിക്കുന്നത്, ഇവിടെയാണ് നമ്മുടെ പ്ലാനറ്റ് ഇരിക്കുന്നത്. നമുക്കറിയാലോ ഇതെന്താ പെരിഹിലർ റീജിയൻ, അതായത് ഏറ്റവും അടുത്തിരിക്കുന്നതാണ്. ഓക്കെ, ഇനി ഇത് കറങ്ങി എന്ത് ചെയ്യും? ഏറ്റവും ഫാർ ഡിസ്റ്റൻസിൽ വരും. സോ ഇവിടെ ഈ ഒരു പ്ലാനറ്റ് സഞ്ചരിക്കുന്ന സ്പീഡിൽ വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, എങ്ങനെയാ സ്പീഡ് മാറുന്നത്? അതായത് ഈ പെരിഹിലന്റെ അവിടെ എത്തുമ്പോൾ ഭയങ്കര സ്പീഡിലായിരിക്കും, അതായത് സണ്ണിനോട് അടുത്ത് വരുമ്പോൾ ഏറ്റവും സ്പീഡിലും ഇവിടെ വരുമ്പോഴത്തേന് സ്പീഡ് കുറയും, അതായത് സണ്ണിൽ നിന്ന് അകലും തോറും സ്പീഡ് കൂടുകയും ചെയ്യും. ഓക്കെ, യെസ്, ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഈ ഒരു ഒബ്സർവേഷനിൽ നിന്നാണ് ലോ ഓഫ് ഏരിയാസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലോട്ട് വന്നത്. സോ ഈ ലോ ഓഫ് ഏരിയാസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലോട്ട് വന്നപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? യെസ്, അവിടെ ഈക്വൽ ഏരിയാസ് ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ സ്വീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് സണ്ണിന്റെ തൊട്ടടുത്താണ് പ്ലാനറ്റ് വരുന്നതെങ്കിൽ ആ സമയത്ത് അതിന് ഭയങ്കര സ്പീഡായിരിക്കും. ആൻഡ് സണ്ണിൽ നിന്ന് ഒരുപാട് അകലെയാണെന്നുണ്ടെങ്കിൽ അതിന് എന്തായിരിക്കും? സ്പീഡ് കുറവായിരിക്കും. അത് നമ്മൾ ഇനി ലേറ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യും, അതായത് പ്രോപ്പറായിട്ട് പ്രൂഫായിട്ട് നമ്മൾ അതിൻ്റെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, യെസ്. ഇനി അടുത്തതാണ് ലോ ഓഫ് പീരീഡ്സ്. ഒന്നുമില്ലടാ, T² is proportional to A cube. T എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ എടുക്കുന്ന സമയം, അതായത് ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇത് കവർ ചെയ്യാനായിട്ട്, അതായത് ഈ പൊസിഷനിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ പൊസിഷനിലോട്ട് തിരിച്ചു വരാൻ ആവശ്യമായിട്ടുള്ള സമയം. അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എലിപ്സ് ഉണ്ടല്ലോ, എലിപ്സിന്റെ സെമി മേജർ ആക്സിസ്. ഓക്കെ, സെമി മേജർ ആക്സിസിന്റെ ലെങ്ത്തിന്റെ ക്യൂബിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്.
ഓക്കെ അല്ലേ, ക്യൂബിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, T²/A³ എന്ന് പറയുന്നത് വിൽ ബി എ കോൺസ്റ്റന്റ് വാല്യൂ അല്ലേ? ഓക്കെ, T²/A³ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കില്ലേ? സോ ഇതാണ് കെപ്ലറുടെ തേർഡ് ലോ എന്ന് പറയുന്നത്. സോ ലേറ്റർ എന്ത് ചെയ്തു, ഇതിനെക്കുറിച്ച് കുറെ റിസർച്ച് ഒക്കെ നടത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഡാറ്റാസ് കളക്ട് ചെയ്തു. ഓക്കെ, സോ അങ്ങനെ ഫസ്റ്റ് എടുത്തത് മെർക്കുറി. ഓക്കെ, ഒരു പ്ലാനറ്റ് ആണ് മെർക്കുറി. മെർക്കുറി എടുത്തു കഴിഞ്ഞപ്പം അതിന്റെ സെമി മേജർ ആക്സിസിന്റെ ലെങ്ത് വരുന്നത് 5.79 ആണ്. അതൊരു കംപ്ലീറ്റ് റെവല്യൂഷൻ എടുക്കുന്നത്, അതായത് സണ്ണിനെ കവർ ചെയ്യാനായിട്ട് അതൊരു ഒറ്റ കംപ്ലീറ്റ് ആയിട്ട് ഒരു വട്ടം കറങ്ങി വരാനായിട്ട് അത് എടുക്കുന്ന സമയത്താണ് 0.24 ആണെന്നുണ്ടെങ്കിൽ T²/A³ എന്ന് പറയുന്ന വാല്യൂ എത്രയാടാ? 2.95. ഓക്കെ, ഇനി അടുത്തത് വീനസ് എടുത്തു, ഇതേ സെയിം റേഷ്യോ നോക്കി, ദാറ്റ് ഇസ് അറൌണ്ട് 3. ഓക്കെ, ദെൻ എർത്ത് എടുത്തു, ദാറ്റ് ഇസ് 2.96. സോ ഈ വാല്യൂസ് മൊത്തം നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ്, യെസ്, ഇത് 2.95നും 3.01നും ഇൻ ബിറ്റ്വീൻ, അതായത് ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ അല്ലേ? ഇത് 3 എന്ന് വേണമെങ്കിൽ നമുക്ക് എക്സാക്ട്ലി എടുത്ത് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇതിനെ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും 3 ആണ് ആൻസർ. അതായത് ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് വാല്യൂ എന്നുള്ളത് പ്രൂവ് ആയി. സോ ഇത് കെപ്ലേഴ്സ് ലോനെ സാധൂകരിക്കുന്ന, അല്ലെങ്കിൽ അതിന് കിട്ടിയ എന്താ പറയുക, അതിൻ്റെ ആ ഒരു സംഭവം അത്രയും സെറ്റാണ്, അല്ലെങ്കിൽ അത്രയും പക്കയായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ ലോ ആണ് എന്ന് ലേറ്റർ കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? യെസ്, ഈ ഒരു ഡാറ്റ വെച്ചിട്ടാണ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ടൈം മാത്രം ഒന്ന് മെൻഷൻ ചെയ്താൽ മതി കേട്ടോ. ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ ലൈക്ക്, അതുപോലെ സബ്സ്ക്രൈബ്. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് മക്കളെ ചാനലിൽ. ഇപ്പം ഒന്നാമത്തെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വരുന്ന ഈ NCERT ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ, അത് എല്ലാ സബ്ജക്റ്റും, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആൻഡ് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വൺ ഷോട്ടുകൾ. ഓക്കെ, എല്ലാ സബ്ജക്റ്റും, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, എല്ലാ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ് കേട്ടോ, എല്ലാ സബ്ജക്റ്റും. ഓക്കെ, അതിൻ്റെ എല്ലാത്തിനും വൺ ഷോട്ട് നിങ്ങൾക്ക് എവറി ഡേ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു സംഭവം NCERT ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ മാക്സിമം ഈ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. കുറേ പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, NCERT വായിക്കാൻ മടിയായിട്ടും വായിച്ചിട്ട് മനസ്സിലാവാത്തവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഇതൊരു ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. സോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ കെപ്ലേഴ്സ് ലോയിലോട്ട് തന്നെ വീണ്ടും തിരിച്ചു വരുവാണ്. ദ ലോ ഓഫ് ഏരിയാസ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ആസ് ദ കോൺസിക്വൻസസ് ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. ഓക്കെ, കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം വിച്ച് ഇസ് വാലിഡ് ഫോർ എനി സെൻട്രൽ ഫോഴ്സ്. എ സെൻട്രൽ ഫോഴ്സ്, നമുക്കറിയാം സെൻട്രൽ ഫോഴ്സുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ. നമ്മൾ പ്രീവിയസ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. എ സെൻട്രൽ ഫോഴ്സ് ഇസ് സച്ച് ദാറ്റ് ദ ഫോഴ്സ് ഓൺ ദ പ്ലാനറ്റ് ഇസ് അലോങ് ദ വെക്ടർ ജോയിനിങ് ഓൺ ദ പ്ലാനറ്റ് ഇസ് അലോങ് ദ a central force is such that the force on the planet is along the vector joining the sun and the planet. Let the sun be at the origin and let the position and momentum of the planet is denoted by R and P respectively. Okay, so നമുക്ക് ഇതിലോട്ട് വരാം. അതായത് ഇപ്പൊ ഇതല്ലേ നമ്മുടെ എലിപ്റ്റിക്കൽ ഷേപ്പ്. ഓക്കെ, സോ ഇവിടെയല്ലേ നമ്മുടെ സൺ ഇരിക്കുന്നത് അല്ലേ? ഇവിടെയല്ലേ സൺ ഇരിക്കുന്നത്. സോ ഇവിടെയാണ് നമ്മുടെ പ്ലാനറ്റ് ഇരിക്കുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഒരു പോയിന്റിലോട്ട് ഒരു ലൈൻ വരച്ചു. ഇതിനെ ഞാൻ വിളിച്ചു, ഇത് ഈ ഒരു പൊസിഷൻ വെക്ടർ, അതായത് സണ്ണിൽ നിന്നും പ്ലാനറ്റിലോട്ടുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെ ഞാൻ എന്ത് വിളിച്ചു? R എന്ന് വിളിച്ചു. ഓക്കെ അല്ലേ? സോ ഇപ്പോഴത്തെ അതിന്റെ വെലോസിറ്റി എന്താ? V ആണ്. ഇനി ഡെൽറ്റ ടി ടൈം കഴിഞ്ഞു. ഡെൽറ്റ ടി ടൈം കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ പ്ലാനറ്റ് ഇവിടെ എത്തിയതാ, ഇവിടെ എത്തി. അപ്പൊ ഞാൻ അതും വരച്ചു കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ അതും കണക്ട് ചെയ്ത് വരച്ചേക്കുവാണ്. ഇനി നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്യുന്നു. യെസ്, ഓക്കെ, നമുക്ക് പറഞ്ഞു വരുമ്പം ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതായത് ഈ ഡെൽറ്റ ടി കൊണ്ട് കവർ ചെയ്ത ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്കറിയാം V is equal to delta S by delta T. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? V ഡെൽറ്റ ടി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കവർ ചെയ്ത ഡിസ്റ്റൻസിന് ഞാൻ എന്താ വിളിച്ചത്? V ഡെൽറ്റ ടി എന്ന് വിളിച്ചു. സംശയമില്ലല്ലോ, കവർ ചെയ്ത, അതായത് ഡെൽറ്റ ടി ടൈം കൊണ്ട് കവർ ചെയ്ത V വെലോസിറ്റിയിൽ പോകുന്ന ഒരു പ്ലാനറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് ഡെൽറ്റ ടി ടൈം കൊണ്ട് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? V ഡെൽറ്റ ടി ആണ്. കൺഫ്യൂഷൻ ഇല്ലല്ലോ? യെസ്. ഇനി നമ്മൾ നേരെ വന്ന് നമ്മുടെ ഏരിയൽ വെലോസിറ്റി. ഓക്കെ, ഏരിയൽ വെലോസിറ്റി ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്ന ടേമിലോട്ട് വരുവാണ്. അപ്പൊ ഡെൽറ്റ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇതെന്തിന്റെ ഏരിയ ആണ്? യെസ്, ട്രയാങ്കിൾ ആണെങ്കിൽ ഹാഫ് BH അല്ലേടാ, ഹാഫ് BH. ഓക്കെ, ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഓക്കെ അല്ലേ? ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇനി ഹാഫ് ഇൻറ്റു ബി എന്ന് പറഞ്ഞ ഇവിടുത്തെ ബേസ് എന്താടാ? R ആണ്. ഓക്കെ, അതായത് സണ്ണിൽ നിന്നും നമ്മുടെ ഇനീഷ്യൽ പൊസിഷനിലോട്ടുള്ള വെക്ടർ ആണ് R എന്ന് പറയുന്നത്. ഇനി H എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? H എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ആർക്കാണ്. ഓക്കെ, പക്ഷെ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കൺസിഡർ ചെയ്യുവാണ്. കാരണം നമുക്കറിയാം ഇതൊരു ചെറിയൊരു ഡിസ്റ്റൻസ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അത് തന്നെയായിരിക്കും നമ്മൾ ഇവിടെ എഴുതുക. ദാറ്റ് ഈസ് V ഡെൽറ്റ ടി.
ഓക്കെ, ഇനി ഇവിടെ എന്തുണ്ട്, ഒരു ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യാനുണ്ട്. സോ ഡെൽറ്റ ടിയും പോയിട്ട് നമുക്ക് കിട്ടി ഹാഫ് ആർ വി എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? അപ്പൊ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് എൽ കോൺസ്റ്റന്റ് ആണെന്നാണ് എനിക്ക് അറിയാവുന്ന കാര്യം. ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരു ഐഡിയ പെട്ടെന്ന് തോന്നിയതാണ്, എനിക്ക് റിസൾട്ട് മാറ്റാൻ പറ്റത്തില്ല, എൻ്റെ ഉള്ളത് ഹാഫ് ആർ വി ആണ്. ഇതിന് ഞാൻ എന്ത് ചെയ്യുക, എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ ഒരു എം കൂടിയില്ലേ, അപ്പൊ എന്ത് ചെയ്താൽ മതി, നമ്മളൊരു ഡിവിഷനും കൂടെ ചെയ്തു, അതായത് എം ബൈ എം കൊണ്ട് ഈ ഒരു ടേമിനെ മൾട്ടിപ്ലൈ ചെയ്തു. റിസൾട്ടിൽ മാറ്റം ഉണ്ടോ? ഇല്ല, കാരണം എന്താണ്, എമ്മും ക്യാൻസൽ ആയി പോവാ അല്ലേ. സോ ഞാൻ ഒന്നും മോഡിഫൈ ചെയ്ത് എഴുതാൻ പോവാണ്. ദാറ്റ് ഈസ് 1/2. ഓക്കെ, നമുക്കറിയാം ആർ എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടറാ അല്ലെ, പൊസിഷൻ വെക്ടർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ വെക്ടർ ആയിട്ട് എഴുതി. ഇനി വി ഇൻറ്റു എം അല്ലെങ്കിൽ എം ഇൻറ്റു വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മൊമെന്റം അല്ലേ. സോ ഞാൻ എന്ത് ചെയ്തു, മൊമെന്റം ആക്കി എഴുതി, ഡിവൈഡഡ് ബൈ എം ഉണ്ട്. അതായത് ഈ വി ഇൻറ്റു എമ്മിനെ ഞാൻ എന്താക്കിയിട്ട് എഴുതി, യെസ് മൊമെന്റം ആക്കിയിട്ട് എഴുതി. അപ്പൊ എനിക്ക് കിട്ടി ആർ ക്രോസ് പി വിച്ച് ഇസ് ഈക്വൽ ടു എം എന്ന് കിട്ടി. എടാ മക്കളെ, നമ്മൾ ഈ ആർ ക്രോസ് പി നമ്മൾ പ്രീവിയസ് ചാപ്റ്ററിൽ പഠിച്ചതല്ലേ, അതെന്തായിരുന്നടാ, എൽ അല്ലേ. സോ ഞാൻ ഇവിടെ ഇട്ടു ഹാഫ് എൽ ബൈ എം. ഓക്കെ, ഇനി നമുക്കറിയാം സെൻട്രൽ ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന ഏറ്റവും വലിയൊരു തത്വം ഉണ്ടല്ലോടാ. യെസ്, എന്താണ്, യെസ് അവിടുത്തെ ഈ എല്ലിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പം ഇത് കോൺസ്റ്റന്റ്. ഓക്കെ, മാസിൽ വ്യത്യാസം ഉണ്ടോടാ പ്ലാനറ്റിന്റെ? ഇല്ല, കോൺസ്റ്റന്റ്. ഹാഫ് എന്ന് പറയുന്നത് മാറുമോ എപ്പോഴെങ്കിലും? ഇല്ല, കോൺസ്റ്റന്റ്. സോ നമുക്ക് കിട്ടി ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി വിച്ച് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് വാല്യൂ. ഇതന്നെയല്ലേ നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് ഏരിയാസ് എന്ന് പറഞ്ഞത്. അപ്പം ലോ ഓഫ് ഏരിയാസിന്റെ പ്രൂഫ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഫിഗറും കൂടെ ഒന്ന് വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആണ്. 1/2 മാർക്ക് പോലും അല്ലെങ്കിൽ 1/4 മാർക്ക് പോലും കളയാൻ ടീച്ചർക്ക് പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ലോ ഓഫ് ഏരിയാസിന്റെ പ്രൂഫ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കിട്ടിയല്ലോ, സിമ്പിൾ ആയിട്ട് കിട്ടിയല്ലോ. ദിസ് ഇസ് ഹിയർ. ഓക്കെ, കെപ്ലേഴ്സ് ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ എന്താ ഈ ഇവിടെ നിന്ന് തൊട്ട് ഇവിടെ വരെ പറയുന്നതാണ് സെയിം കാര്യമാണ്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ സമ്മറൈസ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പം ആദ്യത്തെ 7.2 വരെ നമ്മൾ പറഞ്ഞു, ഇൻട്രൊഡക്ഷനും കെപ്ലേഴ്സ് ലോയും. സോ ഇതിന്റെ ഒരു എന്താ പറയാ, ഇതിന്റെ ഒരു സമ്മറിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. സമ്മറിയിൽ എന്തൊക്കെയാ പറയുന്നത്? ഈച്ച് പ്ലാനറ്റ് മൂവ്സ് ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് വിത്ത് സൺ ഫിക്സഡ് അറ്റ് വൺ ഓഫ് ഇറ്റ്സ് ഫോസൈ. ഓക്കെ, ഇൻട്രൊഡക്ഷനിൽ നമുക്ക് മനസ്സിലായി. Radius vector joining the sun to any planet sweeps out equal areas in equal interval of time. Okay, law of areas. Okay, ആ പേരും കൂടെ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ, law of areas. ഓക്കെ, മറ്റേ ആണെങ്കിലോ law of orbits and then radial velocity. ഇത് അതിന്റെ പ്രൂഫും അതിന്റെ മാത്തമാറ്റിക്കൽ ഫോമും. ഇനി നമ്മൾ എന്താ പറയുന്നത്? യെസ്, തേർഡ് ലോ, ടൈം പീരീഡിന്റെ. ഓക്കെ, ലോ ഓഫ് പീരീഡ്സ്. ഓക്കെ, സോ ലോ ഓഫ് പീരീഡ്സിൽ എന്താ പറയുന്നത്? യെസ്, ടൈം പീരീഡിന്റെ സ്ക്വയർ ഇസ് പ്രൊപ്പോർഷണൽ ടു സെമി മേജർ ആക്സിസിന്റെ ലെങ്ത്തിന്റെ ക്യൂബ്, അല്ലെങ്കിൽ നമുക്ക് പറയാം T²/A³ വിച്ച് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് വാല്യൂ. ക്ലിയർ അല്ലേ? ഓൾ സെറ്റ് അല്ലേ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളെടാ ലൈക്ക് അടിച്ചോ, കാരണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലോട്ടാണ് നമ്മൾ പോകുന്നത്. ലെറ്റ് ദ സ്പീഡ് ഓഫ് ദ പ്ലാനറ്റ് അറ്റ് പെരിഹിലിയൻ പി. ഓക്കെ, സോ ഇവിടെ ഈ പെരിഹിലിയൻ റീജിയനിൽ, അതായത് സണ്ണിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടോ ഈ ഒരു വാക്കൊക്കെ പഠിച്ചു വെക്കാനായിട്ട്. നമുക്ക് പ്രീവിയസ്ലി ഈ ഒരു വാക്കിനെ കുറിച്ചിട്ടൊന്നും കാര്യമായിട്ട് അവിടെ പ്രതിപാദിക്കുന്നില്ല. എന്താ പറയുക, നമ്മുടെ ഫിഗറിൽ മെൻഷൻ ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത് എന്താണ് പെരിഹിലൻ, എന്താണ് അപ്ഹിലൻ എന്നുള്ളതൊക്കെ. സെമി മേജർ ആക്സിസ് എന്താണ്, അതുപോലെ മേജർ ആക്സിസ് എന്താണ്, മൈനർ ആക്സിസ് എന്താണ്, സെമി മൈനർ ആക്സിസ് എന്താണ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞത് ക്വിക്കായിട്ട് നമ്മൾ പറഞ്ഞത് എന്തുകൊണ്ടാണ്? യെസ്, ക്വസ്റ്റൻസിൽ നമ്മൾ മേ ബി ഫേസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ ലെറ്റ് ദ സ്പീഡ് ഓഫ് ദ പ്ലാനറ്റ് അറ്റ് പെരിഹിലിയൻ പി ഈസ് VP. ഓക്കെ, ഇവിടെയുള്ള ഈ ഒരു പോയിന്റ്, അതായത് പെരിഹിലനിലുള്ള അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് VP ആയിട്ടും ആൻഡ് സൺ പ്ലാനറ്റ് ഡിസ്റ്റൻസ്, ഈ ഒരു ഡിസ്റ്റൻസ് SP യുമാണ്. ഓക്കെ, ആ ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് വിളിച്ചു? RP എന്നും വിളിച്ചു കേട്ടോ. ഓക്കെ, റിലേറ്റ് RP VP ടു ദ കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റീസ് അറ്റ് ദ അപ്ഹിലൻ. ഓക്കെ, ഇവിടെ ആണെങ്കിലോ യെസ്, ഈ ഒരു ഡിസ്റ്റൻസ് എന്താടാ? ദിസ് ഇസ് നോൺ ആസ് RA. ഓക്കെ, ആൻഡ് അതുപോലെ ഇവിടെയുള്ള വെലോസിറ്റി എന്താ? VA. വിൽ ദ പ്ലാനറ്റ് ടേക്ക് ഈക്വൽ ടൈംസ് ടു ട്രാൻസ്ഫേഴ്സ് BAC. ഓക്കെ, BAC ആൻഡ് CPB. ഓക്കെ, അതായത് BACയും CPBയും കവർ ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈമിനെ കുറിച്ചിട്ടാണ് ചോദ്യം. സോ ഇവിടെ നമുക്കറിയാം LP is equal to LA ആയിരിക്കില്ല, അതായത് അപ്ഹിലനിലുള്ള ആംഗുലാർ മൊമെന്റവും അതുപോലെ പെരിഹിലനിലുള്ള ആംഗുലാർ മൊമെന്റവും സെയിം ആയിരിക്കില്ല. കാരണം എന്താണ്? L is a constant അല്ലേ? യെസ്, ഇതിന്റെ ആംഗുലാർ മൊമെന്റ് എന്ന് പറയുന്നത് സെൻട്രൽ ഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. സോ അങ്ങനെയാണെങ്കിൽ LP നെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? MP RP VP which is equal to MA RA
VA. ഓക്കെ, സോ ഇവിടെ മാസിനെ കുറിച്ചിട്ട് നമുക്ക് സംശയമില്ല. കാരണം എന്താണ്, യെസ്, ഇതേ പ്ലാനറ്റ് തന്നെയാണ് ഇപ്പുറത്തേക്കും പോകുന്നത് അല്ലെ. അപ്ഹിലനിലിരിക്കുന്നത് പെരിഹിലനിലിരിക്കുന്നത് സെയിം പ്ലാനറ്റ് തന്നെയാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ MP is equal to MA ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഭാഗം ഒഴിവാക്കിയിട്ട് നമുക്ക് ഒന്നുകൂടെ എഴുതാം RPVP which is equal to RAVA. ക്ലിയർ അല്ലേ? RPVP which is equal to RAVA. അതിന് ഞാൻ ഒന്നും കൂടെ മോഡിഫൈ ചെയ്ത് എഴുതുവാണ് VP/VA which is equal to RA/RP. ഓക്കെ, സോ ഇവിടെ ഞാൻ പറയട്ടെ, RA is greater than RP അല്ലേ. അതായത് പെരിഹിലനിലോട്ടുള്ള ഡിസ്റ്റൻസും അതുപോലെ അപ്ഹിലനിലോട്ടുള്ള ഡിസ്റ്റൻസും നമുക്കറിയാം, അപ്ഹിലനിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് കൂടുതൽ. അങ്ങനെയാണെങ്കിൽ RA is equal to RP അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻ അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, യെസ്, VA is less than VP അല്ലേ. അതായത് പെരിഹിലനിലുള്ള വെലോസിറ്റി ആണ് കൂടുതൽ. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, പെരിഹിലനിലോട്ട് വരുമ്പോൾ സ്പീഡ് കൂടും, പിന്നെ ഇവിടേക്ക് വരുമ്പോഴത്തേന് സ്പീഡ് കുറഞ്ഞ്, പിന്നെ ഇവിടേക്ക് എത്തുമ്പോഴത്തേന് സ്പീഡ് കൂടി, സ്പീഡ് കുറഞ്ഞ്, ഇങ്ങനെയായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. അതിനുള്ള റിലേഷൻ മനസ്സിലായല്ലോ. റിലേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. സിമ്പിൾ ആയിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളെ എന്താ പറയാ, L is equal to a കോൺസ്റ്റന്റ് വാല്യൂ അല്ലേ. L is equal to എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MVR അല്ലേ. സോ ഇവിടെ M എന്ന് പറയുന്നത് നമുക്ക് പ്രതിപാദിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ VR is a constant. ഓക്കെ, അങ്ങനെയാണെങ്കിൽ R is equal to ഒരു കോൺസ്റ്റന്റ് into 1/V. സോ ദ R and V എന്ന് പറയുന്നത് എന്താണ്, ഇൻവേഴ്സ് റിലേഷൻ ആണ്. ഓക്കെ, റേഡിയസും അല്ലെ, റേഡിയസ് അല്ല, നമ്മുടെ സണ്ണിൽ നിന്നുള്ള ഡിസ്റ്റൻസും അതുപോലെ വെലോസിറ്റി ഓഫ് പ്ലാനറ്റ് എന്ന് പറയുന്നതും ഇൻവേഴ്സ് റിലേഷനിലാണ്. ഇൻവേഴ്സ് റിലേഷൻ ഇൻ ദ സെൻസ് എങ്ങനെയാണ്, സ്പീഡിൽ മാറ്റം വരും. സോ ദ ഏരിയ SBAC എന്ന് പറയുന്ന ഈ ഏരിയയും അതുപോലെ ബൗണ്ടഡ് ബൈ ദ എലിപ്സ് ആൻഡ് ദ റേഡിയസ് വെക്ടേഴ്സ് SB and SC is larger than SPBC. ഓക്കെ, ഈ ഒരു ഏരിയയും അതുപോലെ ഈ ഒരു ഏരിയയും, ഓക്കെ, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ രണ്ട് ഏരിയ വെക്ടേഴ്സ് വെച്ചിട്ടാണ് അവിടെ സ്പ്ലിറ്റിംഗ് വരുന്നത്. ആൻഡ് നമുക്കറിയാം ഈ ഏരിയയാണ് കൂടുതൽ വരുന്നത് അല്ലെ. അതായത് നമ്മുടെ അപ്ഹിലനിലോട്ടുള്ള ഏരിയ ആണ് കൂടുതൽ വരുന്നത്. ഫ്രം കെപ്ലർസ് സെക്കൻഡ് ലോ, ഈക്വൽ ഏരിയാസ് ആർ സ്വെപ്റ്റ് ഇൻ, ഓക്കെ, 1 second. Okay, equal areas swept in equal times. Hence, the planet will take longer time to traverse BAC. Okay, so definitely അവിടെ സ്പീഡ് കുറവാണ്, അവിടെ ഏരിയ കൂടുതലുമാണ്. ഓക്കെ, കമ്പയർ ചെയ്യുമ്പം നമ്മുടെ ഇവിടത്തെ ഏരിയ, ഓക്കെ, ലെറ്റ്സ് സേ ഇത് AA എന്നും വിളിച്ചു, ഇതിനെ AP എന്നും വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം AA ആണ് കൂടുതൽ, ഏരിയ കൂടുതലാണ് വെൻ കമ്പയർ വിത്ത് പെരിഹിലൻ റീജിയൻ. സോ നമുക്ക് പറയാം എന്തായിരിക്കും, ഇതിലൂടെ പോകുമ്പോൾ, ഓക്കെ, നമ്മുടെ പ്ലാനറ്റ് ഇതിലൂടെ പോകുമ്പോൾ കൂടുതൽ സമയം എടുക്കും. കാരണം സ്പീഡും കുറവാണ്, ഏരിയയും കൂടുതലാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത കാര്യത്തിലോട്ട് നമ്മൾ വന്നു. പക്ഷെ നമ്മളിത് പഠിച്ചിട്ടുള്ളത് കൊണ്ട് വളരെ ഈസിയാണ്. ഇമ്പോർട്ടൻ്റ് ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻ വന്നോട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, നമ്മൾ ഫുൾ മാർക്ക് ഇവിടെ നിന്ന് മേടിച്ചിരിക്കും. കാരണം നമുക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. എന്താണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനിൽ പറയുന്നത്? സോ ഇൻ ദ ബിഗിനിങ് എന്താ പറയുന്നത്, നമ്മുടെ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഉണ്ടല്ലോ, സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഇക്വേഷൻ നമുക്കറിയാം V²/R ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കി നോക്കാം. ന്യൂട്ടൺസ്, ഓക്കെ, Newton was inspired to arrive at a universal law of gravity that led to explanation of terrestrial. Okay, Newton reasoning was that moon revolving in an orbit of radius r. Okay, moon കറങ്ങുന്ന ഓർബിറ്റിന്റെ റേഡിയസ് എന്ന് പറയുന്നത് RM ആണ്. ഓക്കെ, സോ അവിടുത്തെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഡ്യൂ ടു എർത്ത് ഗ്രാവിറ്റി. ഓക്കെ, എർത്തിന് ചുറ്റും മൂൺ കറങ്ങുന്ന റേഡിയസ് അല്ലെങ്കിൽ ആ കറങ്ങുന്ന എലിപ്സിന്റെ അല്ലെങ്കിൽ ആ ഒരു ഓർബിറ്റിന്റെ റേഡിയസ് എന്ന് പറയുന്നത് RM ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ വിച്ച് ഇസ് ഈക്വൽ ടു V²/R. ഓക്കെ അല്ലേ. ഇനി വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാടാ, വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ എടുക്കുന്ന സമയം എന്തായിരിക്കും, 2πr അല്ലേ. ഓക്കെ, 2πr അല്ലേ കംപ്ലീറ്റ് റെവല്യൂഷൻ എടുക്കുന്നത്. സോ ഇവിടുത്തെ R എന്ന് പറയുന്നത് RM ആയിരിക്കും. ഓക്കെ, ഡിവൈഡഡ് ബൈ കംപ്ലീറ്റ് റെവല്യൂഷൻ എടുക്കുന്ന ടൈമാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. സോ നമുക്ക് വിക്ക് വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 2πRM/T. ഓക്കെ, സോ V² അല്ലേ. സോ നമുക്ക് എഴുതാം 4π² divided by T². ഓക്കെ, ഇൻറ്റു RM. കാരണം എന്താണ്, ഇവിടെ ഒരു RM ഉണ്ട്. ഓക്കെ, സോ RM ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് കിട്ടി 4π²RM/T². ക്ലിയർ അല്ലേ. 4π²RM/T² ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് എനിക്ക് എഴുതാം 2πRM/T അല്ലേ. വെലോസിറ്റി എന്ന് പറയുന്നത് എനിക്ക് എഴുതാം V is equal to 2πRM/T എന്ന് പറയാം. This time period T is about
27.3 days. ഓക്കെ, അതായത് ഈ ടൈം പീരീഡ് എല്ലാം ഉണ്ടല്ലോ, ഇതിന്റെ വാല്യൂ ആണ് 27.3 days എന്ന് പറയുന്നത്. ആൻഡ് ആർ എമ്മിന്റെ വാല്യൂം നമുക്കറിയാം, മൂണിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇറ്റ്സ് അറൌണ്ട് 3.84 into 10⁸ മീറ്റർ ആണെന്ന് നമുക്കറിയാം. സോ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് എ വാല്യൂ ഓഫ് എ എം which is much smaller than the value of acceleration due to gravity g on the surface of the earth arising also due to earth gravitational attraction. ഓക്കെ, സോ വൺസ് നമുക്ക് അറിയാലോ ഈ എ എമ്മിൽ നമ്മൾ എന്ത് ചെയ്യുവാണ്, നമ്മുടെ ആർ എമ്മിന്റെ വാല്യൂം ടി സ്ക്വയറിന്റെ വാല്യൂം ബാക്കി കോൺസ്റ്റൻസ് 4π². സോ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്ന പറയുന്നത്, യെസ്, ഈ സെൻട്രിപെറ്റൽ ആക്സിലറേഷന്റെ വാല്യൂ നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ടല്ലോ ഇൻ ദി സർഫസ് ഓഫ് ദി എർത്ത്, അതിന്റെ വാല്യൂവിനെക്കാട്ടിലും ചെറുതാണെന്ന് നമുക്ക് കിട്ടും. യെസ്, ഇനിയാണ് നമ്മൾ കഥയിലോട്ട് വരുന്നത്. അതായത് നമുക്കറിയാം നമ്മുടെ ചുറ്റിനുള്ള എല്ലാ ബോഡീസും തമ്മിൽ എന്തുണ്ട്, യെസ്, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട് അല്ലെ, അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ അട്രാക്റ്റീവ് ഫോഴ്സ് എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഫോഴ്സിന്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, ആ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് മാസസ് ആൻഡ് ഇറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു 1/r². എന്താ 1/r²? രണ്ട് ഒബ്ജക്റ്റ് ആണല്ലോ ഉള്ളത്. ഈ രണ്ട് ഒബ്ജക്റ്റ് തമ്മിലുള്ള ഇതിന്റെ സെന്റർ ഓഫ് മാസിൽ നിന്നും ഇതിന്റെ സെന്റർ ഓഫ് മാസിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണെന്ന് പറയുന്നത് ആർ എന്ന് പറയുന്നത്. സോ അതിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ആരെന്ന് പറയുന്നത്, യെസ്, നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാനത് കമ്പൈൻ ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടും m1 m2 ഡിവൈഡഡ് ബൈ r². ഓക്കെ, ഇതിനെ ഞാൻ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഇക്വാലിറ്റി ആക്കാൻ വേണ്ടി ഞാനൊരു കോൺസ്റ്റന്റിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്തു, m1 m2 ഡിവൈഡഡ് ബൈ r². ആൻഡ് ഈ ഒരു വാല്യൂ ഉണ്ടല്ലോ, ദിസ് ഇസ് സിംപ്ലി ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, എല്ലാ വസ്തുക്കളും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് m1 m2 ഡിവൈഡഡ് ബൈ r². ആൻഡ് ഈ ജി എന്ന് പറയുന്നതാണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഇതിനെ കുറിച്ചിട്ട് അടുത്ത ഒരു ഭാഗം, അതായത് നമ്മുടെ 7.4 എന്ന് പറയുന്നത് ഈ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിനെ കുറിച്ച് മാത്രം പറയുന്നതാണ്. ഓക്കെ, സോ ദാ ഇവിടെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതിന്റെ വെക്റ്റർ ഫോം. ഓക്കെ, വെക്റ്റർ ഫോം ഇപ്പൊ നമ്മൾ മാഗ്നിറ്റ്യൂഡ് അല്ലേ കണ്ടുപിടിച്ച, വെക്റ്റർ ഫോം ഉണ്ട്. സോ നമുക്കിപ്പം രണ്ട് ഒബ്ജക്ട്സ് ആണെന്ന് വിചാരിക്കും, ഇതിന്റെ മാസ് m1 ആണ്, ഇതിന്റെ മാസ് m2 ആണ്. സോ നമുക്ക് രണ്ട് ടൈപ്പ് ഫോഴ്സസ് ഉണ്ടാവുമല്ലോ, അതായത് ഫോഴ്സ് ഓഫ് ഫോഴ്സ് ഓൺ m1 ഡ്യൂ ടു m2ഉം അതുപോലെ തന്നെ m2വിന് m1 കാരണം ഉണ്ടാകുന്നതും ഉണ്ടായിരിക്കും. സോ ഫസ്റ്റ് ഞാൻ എഴുതട്ടെ F21 എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോഴ്സ് ആക്ട്സ് ഓൺ m2 ഡ്യൂ ടു m1. ഓക്കെ, അതുപോലെ തന്നെ എനിക്ക് ആരുണ്ടാവും, F12 ഉണ്ടായിരിക്കും, ഫോഴ്സ് ആക്ട്സ് ഓൺ m1 ഡ്യൂ ടു m2. ഓക്കെ, സോ ഇങ്ങനെ രണ്ടെണ്ണം എനിക്ക് കിട്ടും. ക്ലിയർ അല്ലേടാ? രണ്ട് ഫോഴ്സസ് ഉണ്ടായിരിക്കും. ആ ഫോഴ്സിനെ ഞാൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക, F21 which is equal to m1 m2 ഡിവൈഡഡ് ബൈ r21. അപ്പോൾ r21 സ്ക്വയർ ഉണ്ട്. r21 എന്ന് പറയുന്ന ഈ ഒരു വെക്ടറിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്തു, ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, r21 എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വെക്ടർ കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ആരുണ്ട്, F12 ഇല്ലേ, F12 എങ്ങനെയാ, m1 m2 ഡിവൈഡഡ് ബൈ r12 സ്ക്വയർ ഇൻറ്റു r12 യൂണിറ്റ്. ഓക്കെ, ഇനി നമുക്ക് ജനറൽ ഫോർമുല അറിയേണ്ടത് അല്ലേ, നമ്മുടെ അടുത്ത് ഇപ്പം പെട്ടെന്ന് ചോദിക്കുവാണ് ഇതിന്റെ വെക്ടർ ഫോം എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ ഫോർമുല വേണ്ടത്. സോ നമുക്ക് എഴുതാം F is equal to, ഓക്കെ, അതായത് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് which is equal to m1 m2 ഡിവൈഡഡ് ബൈ r² r cap. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി ചില സമയം നമ്മൾ ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ കാണും. ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്, ദിസ് ഇസ് നത്തിങ് ബട്ട് ഇതൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണെന്ന് മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ. ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണെന്ന് മാത്രമാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? യെസ്. ഇനി ഇതാ ഇവിടെ രണ്ട് മാസ് ഉണ്ട്. ഒരു അടിപൊളി എക്സ്പ്ലനേഷൻ കൂടെ നമുക്ക് തരാം. രണ്ട് മാസ് ഉണ്ട്. സോ ദാ ഈ r1 എന്ന് പറയുന്നത് എന്താണ്, ഒറിജിനിൽ നിന്നും m1 മാസിലോട്ടുള്ള പൊസിഷൻ വെക്ടർ ആണ് r1 എന്ന് പറയുന്നത്. ഇനി r2 എന്താ, ഒറിജിനിൽ നിന്നും m2ലോട്ടുള്ള പൊസിഷൻ വെക്ടർ ആണ് r2 എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാ ഇതൊരു ട്രയാങ്കിൾ അല്ലേ, ഈ ട്രയാങ്കിളിന്റെ ഈ സൈഡ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, r is equal to r2 minus r1 എന്ന് പറഞ്ഞൂടെ, വെക്ടേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, സോ വെക്ടേഴ്സ് ആണ്, നമുക്ക് കിട്ടി. r1 എന്താണ്, r2 എന്താണ്, r എന്താണെന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി എന്താ പറയുന്നേ, യെസ്, ഓക്കെ, the gravitational force is attractive, that is the force F acting along minus r. ഓക്കെ, അതായത് ഇപ്പൊ നമുക്കറിയാം ദാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണെന്നുണ്ടെങ്കിൽ ഇത് പോസിറ്റീവ് ആണ്, നേരെ തിരിച്ചാണെങ്കിലോ ഇത് നമുക്ക് പറയാം ഡയറക്ഷൻ ആയിട്ട് നമുക്ക് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയാം മൈനസ് ആർ ആയിരിക്കും പറയാം, മൈനസ് ആർ വെക്ടർ ആയിരിക്കും. ദ ഫോഴ്സ് ഓൺ പോയിന്റ് മാസ് m1 ഡ്യൂ ടു m2 is of course minus F. Okay, the force on
പോയിന്റ് മാസ് M1, M2 കാരണം M1 ഉണ്ടാകുന്നത്. ഓക്കെ, M2 കാരണം M1 ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? -F ആയിരിക്കും. ഓക്കെ, കാരണം എന്തുവാണ്? യെസ്, നമ്മുടെ പൊസിഷൻ വെക്ടറിന്റെ ഡയറക്ഷൻ എടുക്കുമ്പോൾ നമുക്കറിയാം ഇതെങ്ങനെയായിരിക്കും വരുന്നത്? -R ആയിരിക്കും വരുന്നത്. സോ -F ആയിരിക്കും അത് വരുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി മറ്റത് എങ്ങനെയായിരിക്കും? അതായത് നമ്മുടെ M1 എന്താണ് M2, ഓക്കെ, M2 അനുഭവപ്പെടുന്ന ഫോഴ്സ് ഡ്യൂ ടു M1 ആണെന്നുണ്ടെങ്കിൽ അത് F ആയിരിക്കും, അത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. സോ നമുക്ക് കിട്ടി എന്താണ്? ഇതിനെ നമുക്ക് F എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഏത് ഫോഴ്സുകളാണെന്ന് നമുക്ക് തിരിച്ചു പറയാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ എന്ത് ചെയ്തത്? F12ഉം F21ഉം നമ്മൾ റെപ്രസെന്റ് ചെയ്തത്. ഓക്കെ, F12ഉം F21ഉം റെപ്രസെന്റ് ചെയ്തത്. ഇത് 1 to 2. ഓക്കെ, നമ്മുടെ എന്താ പറയാ ഫോഴ്സ് ഓൺ മാസ് M2 ഡ്യൂ ടു M1 എന്ന് പറയുന്നതാണ് F21 ആൻഡ് F12 എന്ന് പറയുന്നത് F ആക്ട്സ് ഓൺ M1 ഡ്യൂ ടു M2. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് ഇതിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പം രണ്ട് ഫോഴ്സും, അതായത് ഈ മാസ് കാരണം ഉണ്ടാകുന്ന M1 കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് പോസിറ്റീവും M2 കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ അത് മൈനസ് ആയിരിക്കും. അതായത് എക്സാക്ട്ലി അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആ ഫോഴ്സ് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു എഫും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആരുടെ ഫോഴ്സ് ആണെന്ന് അറിയത്തില്ല. അത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ 1 2 എന്നും 2 1 എന്നും ഇടുന്നത്. ക്ലിയർ ആയല്ലോ? യെസ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മൈനസ് സൈൻ കാണും. കാരണം എന്താണ്? ഇത് ന്യൂട്ടൺസ് തേർഡ് ലോ അംഗീകരിക്കുന്നുണ്ട്. ഓക്കെ, യെസ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. സോ ദിസ് ഇസ് ദ റെപ്രസെന്റേഷൻ. ഓക്കെ, യെസ്. ഇനി അടുത്ത എന്താ പറയുന്നത്? Gravitational force on point mass M1 is the vector sum of, yes, നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ. അതായത് ഇപ്പൊ ലെറ്റ്സ് സേ ദാ ഈ ഒരു പോയിന്റിൽ M1 എന്ന് പറയുന്ന പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ മാസിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന എന്താ പറയുക ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? യെസ്, ഇവിടെ ഉള്ള ചുറ്റിനുമുള്ള എത്രയൊക്കെ മാസസ് ഉണ്ട്, എത്രയൊക്കെ പോയിന്റ് മാസസ് ഉണ്ടോ, അല്ലെങ്കിൽ എത്രയൊക്കെ ഡിഫൈൻഡ് മാസ് ഉണ്ടോ, അതുകൊണ്ട് ഇതിന് വരുന്ന ഫോഴ്സ് ഉണ്ടല്ലോ. ഓക്കെ, ഇപ്പം M1 ആണ് ഇവിടെ ഇരിക്കുന്നത്, ഇവിടെ M2 ഉണ്ട്, ഇവിടെ M3 ഉണ്ട്, M4 ഉണ്ട്, M5 ഉണ്ട്, M6 ഉണ്ട്. സോ ഡ്യൂ ടു M1 ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, ഡ്യൂ ടു M2 ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, ഡ്യൂ ടു M3 ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, ഡ്യൂ ടു M4 ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. അതായത് ഇങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫോഴ്സിന്റെ വെക്ടർ സം ആയിരിക്കും. ഓക്കെ, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫോഴ്സിന്റെ വെക്ടർ സം ആയിരിക്കും ഈ ഒരു പോയിന്റിൽ ഇരിക്കുന്ന മാസിന്റെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആകെ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇൻഡിവിജ്വൽ ഓരോ മാസസും പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓരോ മാസസിൽ നിന്നുണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ സം ആയിരിക്കും എന്ത് പറയുന്നത്? യെസ്, നമ്മൾ ഈ പറഞ്ഞ ഒരു പോയിന്റിലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വെക്ടർ സം ആയിരിക്കും കേട്ടോ. അപ്പം അഗൈൻ പിന്നെ നമ്മൾ എന്ത് ചെയ്യുവാണ്? നമ്മളൊന്ന് സമ്മറൈസ് ചെയ്യാൻ പോവാണ്. എക്സാക്ട്ലി പറഞ്ഞത് തന്നെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ നമ്മുടെ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും എവറി പാർട്ടിക്കിൾ ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് എവറി അതർ പാർട്ടിക്കിൾ വിത്ത് എ ഫോഴ്സ് whose magnitude is directly proportional to the product of their masses and inversely proportional to the square of the distance between the centers. ഓക്കെ അല്ലേ? ആൻഡ് അത് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? F is equal to Gm1 M2 divided by R square എന്നുള്ള ഇക്വേഷൻ കിട്ടി. ആൻഡ് G is the universal gravitational constant. എന്താടാ? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഓക്കെ, ഇതിന്റെ വാല്യൂ ഒന്ന് പറഞ്ഞേടാ. വാല്യൂ ഒന്ന് പറഞ്ഞേ, ജസ്റ്റ് ഒന്ന് മനസ്സിൽ ചിന്തിച്ചേ. 6.61 അല്ലേ? യെസ്, 6.67 ആണെന്ന് തോന്നുന്നു. 10 to the power 11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ kg സ്ക്വയർ. 67 അല്ലേ അതിന്റെ വാല്യൂ? ജിന്റെ വാല്യൂ ആണെന്നാണ് കേട്ടോ. 6.67 into 10 to the power 11, സോറി -11. ഓക്കെ, -11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ kg സ്ക്വയർ ആണ് ഇതിന്റെ വാല്യൂ. ലേറ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ കുറച്ച് പ്രോപ്പർട്ടീസും കൂടെ പറയുവാണ്. നമുക്കറിയാം ഇതെന്താണ്? ഇറ്റ് ആക്ട്സ് അലോങ് ദ ലൈൻ ജോയിനിങ് ഓഫ് ടു മാസസ്. ഓക്കെ, ലൈൻ ജോയിനിങ് ഓഫ് ടു മാസസ് ആൻഡ് ദിസ് വിൽ ബി അട്രാക്റ്റീവ് ഇൻ നേച്ചർ ആൻഡ് ദിസ് വിൽ എക്സിസ്റ്റ് ഓൾവേസ് ആസ് ആക്ഷൻ റിയാക്ഷൻ പെയർ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മീഡിയം. അതെന്താ പറയുന്നത്? യെസ്, ഇപ്പം ഈ രണ്ട് മാസസ് തന്നെ നമ്മളിപ്പം വെള്ളത്തിലോ വെക്കുന്നെങ്കിൽ എന്തെങ്കിലും മാറ്റം വരും. എയറിലോ വെള്ളത്തിലോ വേറെ ഏതെങ്കിലും മീഡിയത്തിലോ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ? അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിൽ വ്യത്യാസം ഉണ്ടാവോ? ഒരു വ്യത്യാസം ഉണ്ടാവില്ല മക്കളെ, ഒരൊറ്റ വ്യത്യാസം ഉണ്ടാവില്ല. Okay, and this is conservative force in nature. Okay, conservative force ആണ്. അത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. and it also obeys the inverse square law. Okay, inverse square law അത് obey ചെയ്യുന്നുണ്ട്. and it is a central force. Okay, ഇനി വെക്ടർ ഫോം ആണ് പറയുന്നത്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി പറയണം എന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ ബോർ അടിച്ചു പോയതല്ലേ. ഇനി വേണ്ട. യെസ്, ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം.
3 equal masses of m kg. ഓക്കെ, എല്ലാത്തിൻ്റെയും സെയിം മാസ് ആണ് കേട്ടോ. അതെന്ത് ചെയ്തു, ഒരു ട്രയാങ്കിളിന്റെ, ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇക്വലേറ്ററൽ ട്രയാങ്കിളിന്റെ അതിന്റെ ഓരോ കോർണറിലായിട്ട് അല്ലെങ്കിൽ വേർട്ടിസസിലായിട്ട് അതിനെ ഫിക്സ് ചെയ്തു. ഓക്കെ, എം ആണ് മാസ് വരുന്നത് എല്ലാത്തിൻ്റെയും. വാട്ട് ആസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ മാസ് 2m പ്ലേസ്ഡ് അറ്റ് ദി സെൻട്രോയിഡ്. ഓക്കെ, സെൻട്രോയിഡിലുള്ള പോയിന്റിൽ 2m മാസ് ആണ് നമ്മൾ വെച്ചിട്ടുള്ളത്. സെൻട്രോയിഡിലുള്ളത് 2m മാസ് ആണ്. ചുറ്റിനും വെച്ചിരിക്കുന്ന എല്ലാത്തിൻ്റെയും മാസ് m ആണ്. ഓക്കെ, സോ ഇതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് നമുക്ക് അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ മക്കളെ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോടാ. യെസ്, അതായത് ഈ ഫോഴ്സ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ഫോഴ്സസ്, ഓക്കെ, ഈ 2m മാസിന് ചുറ്റും ഉള്ള മാസുകൾ കാരണം ഉണ്ടാകുന്ന ഫോഴ്സസിന്റെ ഇൻഡിവിജ്വൽ എന്താ പറയുക സം എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, നമുക്ക് ആഡ് ചെയ്താൽ മതി. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ ചെയ്യുന്നത്, the angle between GC and the positive axis is 30 degree. ഓക്കെ, GCയും പോസിറ്റീവ് ആക്സിസും തമ്മിൽ ഉണ്ടാക്കുന്ന, ഓക്കെ, നമ്മൾ ഇതാ ഇവിടെ നിന്നൊരു ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും, 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ആൻഡ് so is the angle between GB and the negative axis. Okay, what is GB? Okay, GB and the negative axis is again GB and the negative x-axis. Okay, the individual forces in vector notation. Okay, so first of all, force FGA. ഓക്കെ, GA അതായത് ഈ ഒരു മാസ് കാരണം ഇവിടെ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. ഓക്കെ അല്ലേ? സോ അതെന്തായിരിക്കും? യെസ്, നമുക്കറിയാം M1 എന്ന് പറയുന്നത് ഇവിടെ M ആണ്, M2 എന്ന് പറയുന്നത് എന്താണ്, 2m ആണ്, ഡിവൈഡഡ് ബൈ ഈ ഒരു ഡിസ്റ്റൻസ്. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസിന് നമ്മൾ 1 ആയിട്ട് എടുത്തിരിക്കുകയാണ്. ആൻഡ് ആ ഡയറക്ഷൻ എന്താ വരുന്നത്? യെസ്, y ഡയറക്ഷനിലാണ് വരുന്നത് അല്ലെ? y ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് എടുത്തു, J ക്യാപ്പ് എടുത്തു. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഡ്യൂ ടു GB, ഈ ഒരു മാസ് കാരണം ഉണ്ടാകുന്നത് അത് അഗൈൻ എന്താണ്, GM ഇൻറ്റു 2m ഡിവൈഡഡ് ബൈ 1. ആൻഡ് ഇവിടെ നമ്മൾ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യുമ്പോൾ, ഓക്കെ, ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യുമ്പോൾ ഇത് എക്സാക്ട്ലി y ആക്സിസിൽ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഇവിടെ ആണെങ്കിലോ എക്സാക്ട്ലി നമ്മൾ ഏതെങ്കിലും ഒരു ആക്സിസിലാണോ, അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അത് സ്പെസിഫൈ ചെയ്യണം. ഇതിപ്പം XY പ്ലെയിനിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ അത് സ്പെസിഫൈ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ 30 ഡിഗ്രി ആണെന്ന് അറിയാലോ. ഇനി നെഗറ്റീവ് ആക്സിസ്, അതായത് ഇവിടെ ഇതിന്റെ നെഗറ്റീവ് ആക്സിസ് വരച്ചിട്ടുണ്ടെങ്കിൽ ഈ ആംഗിൾ 30 ഡിഗ്രി ആണെന്ന് അറിയാലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡയറക്ഷൻ എങ്ങനെ സ്പെസിഫൈ ചെയ്യും? യെസ്, ഇത് മൈനസ് നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ -i cos 30 ഡിഗ്രി -j ക്യാപ് sin 30 ഡിഗ്രി എന്ന് വരും. ഓക്കെ, ഇനി അടുത്തത് ഡ്യൂ ടു ദിസ് മാസ്. ഓക്കെ, അതെങ്ങനെയാ വരിക? യെസ്, ഇത് പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ്. സോ +i cos 30 -j 30 ഡിഗ്രി -j sin 30 ഡിഗ്രി ആയിരിക്കും അതിന്റെയും ഡയറക്ഷൻ കാണിക്കുന്നത്. ഇനി എന്ത് ചെയ്താൽ മതി, ഇത് മൂന്നും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ആൻസർ കിട്ടും. ഓക്കെ, യെസ്. ഇനി alternatively one expects on the basis of symmetry that the resultant force out to be 0. ഇനി നെക്സ്റ്റ് ബിയിലോട്ട് വരാം. വാട്ട് ഈസ് ദ ഫോഴ്സ് ഇഫ് ദ മാസ് അറ്റ് ദി വെർട്ടെക്സ് എ ഈസ് ഡബിൾഡ്. ഓക്കെ, ഇനിയിപ്പം നമ്മളിതാ ഈ ഒരു മാസ് മാത്രം മാറ്റി, ഓക്കെ, ഈ ഒരു മാസ് മാത്രം മാറ്റി ഇത് എമ്മിന് പകരം 2m ആക്കിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും മാറ്റം വരും? ബാക്കി ഒന്നിലും മാറ്റം വരത്തില്ല, പക്ഷെ FGAയിൽ മാറ്റം വരും അല്ലെ? FGAയിൽ എന്ത് മാറ്റം വരും? G ഇൻറ്റു M1 എന്ന് പറയുന്നത് 2m ആണ്, M2 എന്ന് പറയുന്നതും 2m ആണ്, ഡിവൈഡഡ് ബൈ R. ഓക്കെ, സോ അതായിരിക്കും ഡിഫറൻസ് വരുന്നത്. ബാക്കി എല്ലാം എക്സാക്ട്ലി സെയിം തന്നെയായിരിക്കും, ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ആ മാസ് മാറിയത് കൊണ്ട് ആ മാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മാസ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് മാത്രമായിരിക്കും വ്യത്യാസം വരുന്നത് കേട്ടോ. യെസ്, അപ്പം ഇനി യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനിലെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ യെസ്, ഇത് എക്സെപ്ഷൻസ് അല്ലെങ്കിൽ എന്താ പറയുക, അതിന്റെ കുറച്ചുകൂടെ എന്താ പറയുക റിഫൈൻഡ് ഫോം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സ്പെഷ്യൽ കേസസ് എന്ന് പറയാം കേട്ടോ. ഓക്കെ, സ്പെഷ്യൽ കേസസ് ആണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേട്ടോ. The forces of attraction between a hollow spherical shell of uniform density and a point mass situated outside is just as if the entire mass of the shell is concentrated at the center of the cell. Okay, qualitatively, this can be understood as follows. Gravitational force caused by various regions of the shell has components along the line joining the point's masses to the center as well as along the direction perpendicular to the line. ഈ ഒരൊറ്റ പോയിന്റ് പഠിച്ചാൽ മതി കേട്ടോ. ഈ ഒരൊറ്റ പോയിന്റ് ഈ ഒരു കാര്യത്തിൽ പഠിച്ചാൽ മതി, കൂടുതൽ എക്സ്പ്ലനേഷൻസിന്റെ ഒന്നും ആവശ്യമില്ല. The force of attraction between a hollow spherical shell of uniform density and a point mass. Okay, ഒരു hollow spherical shellum ഒരു point massum തമ്മിലുള്ള force of attraction എന്ന് പറയുന്നത്, okay, point mass situated outside is just as the entire mass of the shell is concentrated at the center of the shell എന്നാണ് പറയുന്നത്. ഇനി അടുത്ത സ്പെഷ്യൽ കേസ് എന്താ? The force of attraction due to hollow spherical shell of uniform density on a point mass situated inside the zero. അതായത് ഫസ്റ്റ് കേസിൽ നമ്മൾ എന്താ പറഞ്ഞത്, ഔട്ട്സൈഡ് ആണ്. രണ്ടാമത്തെ കേസിൽ എന്താ പറഞ്ഞത്, ഈ ഹോളോ സ്ഫിയറിനകത്താണ് നമ്മുടെ പോയിന്റ് മാസ് ഇരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഔട്ട്സൈഡ് ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അതിന്റെ ഹോൾ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഷെല്ലിലായിരിക്കും. ഇവിടെ ആണെങ്കിൽ എന്താണ്? 0 ആയിരിക്കും വരുന്നത്.
യെസ്, സെയിം സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. അത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ഇനി ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ് കേട്ടോ മക്കളെ പറയുന്നത്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. സോ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ജി എന്ന് പറയുന്ന വാല്യൂ, ഓക്കെ, ജി എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിച്ചത് കാവൻഡിഷ് എക്സ്പെരിമെന്റ് ത്രൂ ആണ്. സോ കാവൻഡിഷ് ആണ്, ഹെൻറി കാവൻഡിഷ് ആണ് 1798 ജിന്റെ വാല്യൂ കണ്ടുപിടിച്ചത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു എക്സ്പെരിമെന്റ് ചെയ്തിരുന്നു. ആ എക്സ്പെരിമെന്റ് ഒന്നുമില്ല, ഒരു ചെറിയ സപ്പോർട്ട്, അവിടെ നിന്ന് ഒരു സ്ട്രിങ്. ഓക്കെ, ദെൻ എന്ത് ചെയ്തു, ഒരു റോഡ് കണക്ട് ചെയ്തു, അതിന് രണ്ടിന്റെ എൻഡിലും എന്ത് ചെയ്തു, ഒരു മാസം വെച്ചു. ഇനി അഗൈൻ എന്ത് ചെയ്തു, ഒരു സ്ട്രിങ്ങും കൂടെ കണക്ട് ചെയ്തിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, യെസ്, ഓക്കെ, ഒരു സ്ട്രിങ്ങും കൂടെ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഇതേപോലെ തന്നെ ഒരു റോഡും 2 മാസം കൂടെ വെച്ചു. ഓക്കെ, അപ്പം അങ്ങനെ ആവുമ്പോൾ നമുക്കറിയാം ഇതിൽ വലിയ മാസം ചെറിയ മാസം തമ്മിൽ എന്തുണ്ടാവും, ഒരു അട്രാക്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പം ലെറ്റ്സ് സേ ഇപ്പം ഇവിടെയാണ് നമ്മുടെ മറ്റേ റോഡ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുകയും, ഓക്കെ, യെസ്, സോ ഇവിടെ ഇരിക്കുമ്പം ഈ വലിയ മാസം ചെറിയ മാസം തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ടായിരിക്കും. സോ അതിന്റെ ഭാഗമായിട്ട് ഒരു ട്വിസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു ടോർഷൻ ഉണ്ടാവും. ഓക്കെ, ഒരു ടോർഷൻ ഉണ്ടാവും. സോ ആ ടോർഷനിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു സംഭവം തുടങ്ങുന്നത്. ഇതിൽ നിന്ന് കാര്യമായിട്ടുള്ള ചോദ്യം ഒന്നും വരില്ല കേട്ടോ, ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. സോ ടോ ഇൻറ്റു തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടുത്തെ ടോ എന്ന് പറയുന്നത് ഫോഴ്സ് ജി എം എം, ഓക്കെ, 2 മാസസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം M1 M2 എന്ന് പറയാം. ആൻഡ് ഇവർ തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ഒരു ഡിസ്റ്റൻസ് ഡി ആണെന്ന് വിചാരിക്കുക. ആൻഡ് ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതായത് 2 മാസം തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് എന്താണ്, ആർ എന്നും വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ R² ഇൻറ്റു എന്താണ്, ഈ ഒരു ഡിസ്റ്റൻസ്. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എന്താ പറയുന്നത്, നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് നമ്മൾ എടുക്കാം. ഓക്കെ അല്ലേ, യെസ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജിന്റെ വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെ വരുവാ, ജിന്റെ വാല്യൂ മാത്രം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, യെസ്, ടോ ഇൻറ്റു തീറ്റ ഇൻറ്റു R² വരും. ഓക്കെ, ഇൻറ്റു ഓക്കെ, യെസ്, ടോ തീറ്റ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു ഡി വരും. ഓക്കെ, യെസ്, ടോ തീറ്റ which is equal to GMM by R² into D ആണ് വരിക. സോ നമ്മൾ ഈ ഒരു ഇക്വേഷനിലോട്ട് വരുമ്പോഴത്തേനും G is equal to tau theta divided by MMD വരും. ഓക്കെ, ആൻഡ് ഇൻറ്റു ഒരു R² ഉണ്ടാവും. സോ ഡെഫിനറ്റ്ലി നമുക്ക് ഇതിലെ എല്ലാ വാല്യൂസ് അറിയാം അല്ലെ, ഈ ഇതിൽ നമുക്ക് എന്താണ് ട്വിസ്റ്റ് നമുക്ക് അറിയാം, അതുപോലെ തന്നെ ഈ ഡീന്റെ വാല്യൂ എന്താണ്, മാസുകളുടെ വാല്യൂ എന്താണ്, അതുപോലെ ഈ ഡിസ്റ്റൻസ് എന്താണ്, ഇതൊക്കെ നമുക്ക് മെഷർ ചെയ്യാവുന്ന വാല്യൂസ് ആണ്. അങ്ങനെയാണ് മെഷർ ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് പറയാം, ജിന്റെ വാല്യൂ ഇതിൽ നിന്ന് കണ്ടുപിടിച്ചൂടെ. അങ്ങനെ അപ്രോക്സിമേറ്റ് ആയിട്ട് അദ്ദേഹത്തിന് എന്ത് കിട്ടി, ജിന്റെ വാല്യൂ 6.67 into 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ kg² എന്ന് അദ്ദേഹത്തിന് കിട്ടി. സോ ഇതാണ് നമ്മൾ പിന്നീട് കണ്ടുപിടിച്ച ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ ചെറിയൊരു എക്സ്പെരിമെന്റിൽ നിന്നാണ് ഈ ഒരു സംഭവം കണ്ടെത്തിയത്. സോ ഇവിടെ മൊത്തം പറയുന്നത് ആ ഒരു എക്സ്പെരിമെന്റ് തന്നെയാണ്. യെസ്, F is equal to GMM by D² ആണ്. ഓക്കെ, യെസ്, R² അല്ല D² ആണ് കേട്ടോ, സോറി. ഓക്കെ, D² into D ആണ്. ഓക്കെ, ഇവിടെ ആണ് തെറ്റ് പറ്റിയത് കേട്ടോ, നമ്മൾ എടുക്കേണ്ടത് D ആണ്, R അല്ല കേട്ടോടാ. ഓക്കെ, യെസ്, അപ്പൊ ആ റോഡിന്റെ ലെങ്ത് ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ അത് നമ്മൾ എടുത്തു. ഓക്കെ, സോ നമുക്ക് കിട്ടി D² into D കിട്ടി. സോ ഇവിടെ നമ്മൾ നോക്കി കഴിയും. ഓക്കെ, യെസ്, ഇത് ഡിയും മറ്റേ ലെങ്ത് എല്ലും ആണ് എടുക്കുന്നത് കേട്ടോ, നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റിൽ എടുക്കുന്നത് എൽ എന്ന് പറയുന്നതാണ് കേട്ടോ ലെങ്ത്. ഓക്കെ, ആ ബാറിന്റെ ലെങ്ത് എല്ലായിട്ടും, അതുപോലെ തന്നെ ഡി എന്ന് പറയുന്നത് ഇവിടെ എവിടെയെങ്കിലും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ഈ 2 മാസുകൾ, അട്രാക്ട് ചെയ്യുന്ന മാസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ലെറ്റർ ഡി എന്ന് പറയുന്നത്. അതും ഇവിടെ അതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. എക്സാക്ട്ലി ഇപ്പോൾ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഥ മൊത്തം നമ്മൾ വായിക്കേണ്ടി വരും. ഓക്കെ, എനിവേ, സോ ഇതാണ് സംഭവം. എന്താണ് നമ്മുടെ എഫ് എന്ന് പറയുന്നത് എങ്ങനെ വരും, ജി ഇൻറ്റു M1 M2 by R² that is D². ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത്, നമുക്കറിയാം, നമുക്ക് എന്താ പറയുക, ടോ തീറ്റയാ വേണ്ടതല്ലേ. ടോ തീറ്റ എന്ന് പറയുമ്പം ടോ എന്ന് നമ്മൾ എടുത്തു, GMM by D² എന്ന് എടുത്തു, ഇൻറ്റു തീറ്റ എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എൽ ആയിട്ട് നമ്മൾ എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജിന്റെ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, യെസ്, ജിന്റെ വാല്യൂ കിട്ടും. ആൻഡ് ദാറ്റ് വാല്യൂ 6.67 into 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ പെർ kg² എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ കാവൻഡിഷ് എക്സ്പെരിമെന്റിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ജിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, യെസ്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ക്വസ്റ്റ്യൻ എന്തായാലും ഷുവർ ആയിട്ടും ചോദിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ദ എർത്ത് ക്യാൻ ബി ഇമാജിൻ ടു ബി എ സ്ഫിയർ. നമുക്കറിയാം ഒരു പെർഫെക്റ്റ് സ്ഫിയർ അല്ല, പക്ഷെ നമ്മൾ ഇമാജിൻ ചെയ്യുവാണ് ഒരു സ്ഫിയർ ആണെന്ന്. മെയ്ഡ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് കോൺസെൻട്രിക് സ്ഫെറിക്കൽ ഷെൽസ്. അതായത് ഇതുപോലെ ഒരുപാട് കോൺസെൻട്രിക് സ്ഫെറിക്കൽ ഷെൽസ് എന്താ പറയുക കൂടി ചേർന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് എർത്ത് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുവാണ്. ഓക്കെ, യെസ്.
with the smallest one at the center of the largest one at the surface. Definitely അതായത് കുഞ്ഞു 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 സ്പിയേഴ്സ് ഇങ്ങനെ കൂടിയിട്ട് അതായത് n നമ്പർ ഓഫ് അല്ലെങ്കിൽ അത്രയും നമ്പർ ഓഫ് സ്പിയേഴ്സ് കൂടിയിട്ടാണ് നമ്മളൊരു എർത്ത് ഫോം ചെയ്യുന്നത് ഇമാജിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും സ്മോളസ്റ്റ് റേഡിയസ് വരുന്ന സ്പിയർ ഏതായിരിക്കും? അറ്റ് ദി സെന്റർ ആയിരിക്കും. ഏറ്റവും ഹയസ്റ്റ് വരുന്നതായിരിക്കും അതിന്റെ സർഫസിലുള്ള ആ ഒരു കൺസിഡർ ചെയ്യുന്ന ആ ഒരു സ്പിയർ ആയിരിക്കും വരുന്നത്. എ പോയിന്റ് ഔട്ട്സൈഡ് ദ എർത്ത് ഇസ് ഒബ്വിയസ്ലി ഔട്ട്സൈഡ് all the shells. Thus all the shells exert a gravitational force at the point outside just as if their masses are concentrated at their common centers according to the result stated. Okay, ഒന്നുമില്ല. അതായത് ഇവിടെ നമ്മൾ ഇതാണ് നമ്മുടെ ഭൂമി. ഈ ഭൂമിക്ക് പുറത്ത് വരുന്ന ഏതൊരു ഒബ്ജക്റ്റിനും എന്ത് ചെയ്യും? യെസ്, ഇതിനൊരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇവിടെയുള്ള എല്ലാ സ്ഫിറിക്കൽ ഷെൽസും എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. ദ ടോട്ടൽ മാസ് ഓഫ് ഓൾ ഷെൽസ് കമ്പൈൻഡ് ഇസ് ജസ്റ്റ് മാസ് ഓഫ് ദ എർത്ത്. ഓക്കെ, അങ്ങനെ നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഈ സ്ഫിറിക്കൽ ഷെല്ലിന്റെ ഓരോന്നിന്റെയും മാസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? എക്സാക്ട്ലി ദ ടോട്ടൽ മാസ് ഓഫ് ഓൾ ഷെൽസ് കമ്പൈൻഡ് ഇസ് ജസ്റ്റ് the mass of the earth എന്ന് വരും. Okay അല്ലേ? Yes. Hence at the point outside the earth the gravitational force is just as if its entire mass of the earth is concentrated at the center. For a point inside the earth the situation is different. Okay, the mass m is mine located. Okay, ഇത് നമ്മൾ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് കൊണ്ടുവരാണ്. സോ ഇപ്പം തൽക്കാലം അത് അവിടെ ഇരിക്കട്ടെ. നമുക്കത് കാര്യമായിട്ട് നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുവരാം. ഓക്കെ, സോ ഫസ്റ്റ് ഇവിടെ എന്താ പറയുന്നത്? ജീന്റെ വാല്യൂ കണ്ടുപിടിക്കുവാണോ? അതെ, ജീന്റെ വാല്യൂ കണ്ടുപിടിക്കുവാണ്. ഓക്കെ, സോ നമുക്ക് ജീന്റെ വാല്യൂ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. സോ നമുക്കറിയാം നമ്മൾ രണ്ട് ഒബ്ജക്ട്സ് ഡിഫറെന്റ് മാസ് ആണ്. ഓക്കെ, ഒരെണ്ണത്തിന്റെ മാസ് എം എന്നും ഒരെണ്ണത്തിന്റെ മാസ് ക്യാപിറ്റൽ എം ആണെന്ന് വിചാരിക്കും. എനിക്ക് ഇപ്പൊ ക്യാപിറ്റൽ എമ്മിന്റെ മാസ് ആണ് വലുത്. സോ തീർച്ചയായിട്ടും അത് താഴത്തോട്ട് പോകുമ്പോൾ എന്തായിരിക്കും? യെസ്, മാസ് കൂടുതലുള്ളത് താഴെത്തും അല്ലെ? യെസ്, പക്ഷെ നമ്മൾ ഇതേ സെയിം സാധനം ഒരു വാക്വത്തിലാണ് ചെയ്യുന്നെങ്കിൽ ഇതാ ഇതിന്റെ മാസ് എം ജി ആണ്, ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം ജി ആണ് അല്ലെ? സോ വാക്വത്തിലാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും എക്സാക്ട്ലി ഒരേ സമയത്തായിരിക്കും വരുന്നത് അല്ലെ? എക്സാക്ട്ലി ഒരേ സമയത്തിലായിരിക്കും അത് എന്താ പറയുന്നത് ആ ഒരു പൊസിഷനിലോട്ട് അല്ലെങ്കിൽ ഗ്രൗണ്ടിലോട്ട് എത്തുന്നത്. ക്ലിയർ അല്ലേ? യെസ്, കാരണം എന്താണ്? ജീന്റെ വാല്യൂ. ഓക്കെ, ജീന്റെ വാല്യൂ എന്താണ്? എല്ലായിടത്തും ഒരേപോലെയാണ്. ഓക്കെ, അതായത് വാക്വം ആണെങ്കിൽ അവിടെ ജീന്റെ വാല്യൂ എന്താണ്? സെയിം ആണ്. രണ്ടിനും എക്സ്പീരിയൻസ് ചെയ്യുന്ന ജീന്റെ വാല്യൂ സെയിം ആണ്. ഓക്കെ, സോ ഇവിടെയാണ് നമ്മുടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തുടങ്ങുന്നത്. സോ നമുക്ക് അറിയാലോടാ എഫ് ഇസ് ഈക്വൽ ടു എം ജി അല്ലേ? ഓക്കെ, എഫ് ഇസ് ഈക്വൽ ടു എം ജി അല്ലേ? ആൻഡ് ഓൾസോ നമ്മൾ പഠിച്ചു ഈ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ജി എം ബൈ ആർ സ്ക്വയർ ആണെന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെ ഇക്വേറ്റ് ചെയ്ത് നോക്കുവാണ്. എം ജി ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. ഓക്കെ, സോ എമ്മും ക്യാൻസൽ ആയി പോയാൽ എനിക്ക് എന്ത് കിട്ടും? ജി എം ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടും. സോ നമുക്കറിയാം എർത്തിന്റെ റേഡിയസ് ഞാൻ എടുക്കുവാണ് ആർ ഇ എന്ന് എടുക്കും. അങ്ങനെയാണെങ്കിൽ ജിന്റെ വാല്യൂ എന്താ വരാ? ജി എം ബൈ ആർ ഇ സ്ക്വയർ വരും. അല്ലെങ്കിൽ ചിലയിടത്ത് നമുക്കറിയാം നേരെ ആർ എന്ന് മാത്രം റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ആ ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? എക്സാക്ട്ലി നമ്മുടെ എർത്തിന്റെ റേഡിയസ് ആണ്. ഇനി ഇതേ എന്താ പറയുക ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ തന്നെ എനിക്ക് എന്ത് ചെയ്യാം? ഡെൻസിറ്റിയുടെ ടേമിലോട്ട് മാറ്റാം. കാരണം എന്താണ്? ഡെൻസിറ്റി മാസ് ബൈ വോളിയം വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൻസിറ്റി ആണ്. എനിക്ക് ഇവിടെയുള്ള ഈ ഒരു മാസ് ഉണ്ടല്ലോ, ഈ മാസിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെൻസിറ്റിയുടെ ടേമിലോട്ട് മാറ്റാം. സോ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ എർത്തിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്? ഒരു സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പോവാം. സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പോവാണെങ്കിൽ അതിന്റെ വോളിയം എന്ന് പറയുന്നത് വോളിയം എന്ന് പറയുന്നത് 4/3 പൈ ആർ ക്യൂബ് ആണ്. ഓക്കെ, ഇത് സെന്ററിലാണ് ഇത് കേട്ടോ. ആർ ക്യൂബ് ഇൻറ്റു റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാസ് കിട്ടിയില്ലേ? ഇനി ഞാൻ ഇത് ഇവിടെ അപ്ലൈ ചെയ്തോട്ടെ. ജി ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 4/3 പൈ ആർ ക്യൂബ് റോ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇങ്ങനെ എനിക്ക് ചെയ്തുകൂടെ? സോ ഇവിടുത്തെ ആർ സ്ക്വയറും ഇതും എനിക്ക് ക്യാൻസൽ ആയിപ്പോ എനിക്ക് കിട്ടി ജി 4/3 പൈ ആർ റോ എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അപ്പം എനിക്ക് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. അതിലെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജി എം ബൈ ആർ ഇ സ്ക്വയർ ആണ്. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4/3 ജി പൈ ആർ റോ ആണ് ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി. ഇനി ഈ രണ്ട് ഇക്വേഷൻസും എല്ലായിടത്തും ഉപയോഗിക്കാവോ? ഒരേപോലെ ഉപയോഗിക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റില്ല. ഈ ഫസ്റ്റ് ഇക്വേഷൻ ഉണ്ടല്ലോ അത് സർഫസിലാണ്. ഓക്കെ, നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് സർഫസിലാണ്. ഓക്കെ, അതുപോലെ തന്നെ എബവ് ദി സർഫസ് ആണ്. ഓക്കെ, ഈ രണ്ട് സാഹചര്യത്തിലും എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇനി നമ്മൾ എടുക്കുന്ന ഒബ്ജക്റ്റ് എർത്തിന് ബിലോ ആണെന്നുണ്ടെങ്കിൽ, എർത്തിന്റെ സർഫസിന് ബിലോ ആണെന്നുണ്ടെങ്കിൽ ഈ ഡെൻസിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഈ രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ടല്ലോ അതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോടാ? സെറ്റ് അല്ലേ? സിമ്പിൾ ആണ്. ജി ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 4/3 പൈ ആർ ക്യൂബ് റോ ആണ് വരിക. പൈ ആർ റോ ആണ് വരിക. സോ ആ ഇക്വേഷൻ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? യെസ്, മാസ് അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എർത്തിന്റെ സർഫസിന് താഴെയാണെങ്കിൽ. ഇനി ബിലോ ആണ് അല്ലെങ്കിൽ എർത്തിന്റെ സർഫസിലാണെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യും? ജി ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ ഇ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഈ ഇക്വേഷനിൽ നമുക്കൊരു കാര്യം വ്യക്തമായി. എന്താണ്? ഒബ്ജക്റ്റിന്റെ മാസിനെ ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല. ഇവിടെ ആര് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? യെസ്, എർത്തിന്റെ മാസിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ.
ഓക്കെ, സോ നമ്മുടെ ഇക്വേഷൻസ് ആണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് നമുക്ക് കിട്ടിയ ഇക്വേഷൻസ് ആണ് GM/r². ഇനി അടുത്തത് എന്താ പറയുന്നത്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബിലോ ആൻഡ് അബവ് ദി എർത്ത് സർഫസ്. അതായത് ഈ G എന്ന് പറയുന്ന വാല്യൂ ഉണ്ടല്ലോ, G എന്ന് പറയുന്ന വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ്, അതായത് മാറുന്ന കുറച്ച് സാഹചര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഷേപ്പ്, ഓക്കെ. സെക്കൻഡ് വൺ ഇസ് അതിന്റെ ഹൈറ്റ്, അതായത് നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്ന ഹൈറ്റ്. അതുപോലെ തന്നെ നമ്മുടെ ഒബ്ജക്റ്റിന് ഇപ്പം ഭൂമിക്ക് താഴെയാണ്, സർഫസിന് താഴെയാണ് പോകുന്നതെങ്കിൽ അതിന്റെ ഡെപ്ത്. ഈ 3 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും. അതിൽ സർഫസ് ഷേപ്പ് പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇതിനൊരു എലിപ്റ്റിക്കൽ ഷേപ്പ് ആണെന്നാണല്ലോ നമ്മൾ പറഞ്ഞ ഭൂമിക്ക്. അവിടെ ഈ ഭാഗങ്ങൾ ഫ്ലാറ്റൻഡ് ആണ്, ഇത് കുറച്ച് ബൾജ്ഡ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സെൻട്രൽ നിന്നും ഈ പോളാർ റീജിയനിലോട്ടുള്ള റേഡിയസ് RP എന്ന് ഞാൻ വിളിച്ചു. അതുപോലെ ഇക്വറ്റോറിയൽ റീജിയനിലോട്ടുള്ള ഇതിനെ ഞാൻ RE എന്നും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ടല്ലോ, RP എന്ന് പറയുന്നത് എന്തായിരിക്കും, REനെക്കാട്ടിലും ചെറുതായിരിക്കും. കാരണം ഈ ഭാഗങ്ങൾ കുറച്ച് പരന്നിട്ടും ഇത് ബൾജ്ഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ സെൻട്രൽ നിന്നും ഇക്വറ്റോറിയൽ പ്ലെയിനിലോട്ട് അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ പോയിന്റിലോട്ടുള്ള ഇക്വറ്റോറിയൽ റീജിയനിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്തായിരിക്കും, കൂടുതലായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചായിരുന്നല്ലോടാ വെലോസിറ്റിയും അതുപോലെ തന്നെ എന്താ പറയുക, സോറി വെലോസിറ്റി അല്ലല്ലോടാ നമ്മൾ വേണ്ടത്, യെസ് നമ്മുടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ G ഈസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞിരുന്നു GM/r ആണ് അല്ലെ, GM/r ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ GP എന്ന് പറയുന്നത് GM/RP അല്ലേ, ആൻഡ് GE എന്ന് പറയുന്നത് GM/RE അല്ലേ. യെസ്, അപ്പൊ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടിയില്ലേ. സോ ഇവിടെ RP കുറവല്ലേ, അപ്പം GP കൂടുതലായിരിക്കില്ലേ. ഇവിടെ RE കൂടുതലല്ലേ, അപ്പം GE കുറവായിരിക്കില്ലേ. സോ നമുക്ക് കിട്ടി പോളാർ റീജിയനിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും വെൻ കമ്പയർ വിത്ത് ഇക്വറ്റോറിയൽ റീജിയൻ അല്ലേ. സോ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് സ്പ്രിംഗ് ബാലൻസ്, ഓക്കെ. സ്പ്രിംഗ് ബാലൻസിൽ എന്താ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ മെഷർ ചെയ്യുന്നത് വെയിറ്റ് ആണ് അല്ലേ. സോ വെയിറ്റ് മെഷർ ചെയ്യുന്ന സമയത്ത് ഇക്വറ്റോറിയൽ റീജിയനിൽ നിന്നിട്ടാണ് നമ്മൾ വെയിറ്റ് മെഷർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താ വരാ, MGE അല്ലേ. സോ Gന്റെ വാല്യൂ കുറവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തായിരിക്കും, നമുക്ക് വെയിറ്റ് കുറവേ ഫീൽ ചെയ്യത്തുള്ളൂ. ഇനി അതേസമയം നമ്മൾ ഇതേ സെയിം സാധനം, ഓക്കെ, ഇതേ മാസമുള്ള സെയിം സംഭവത്തിന് നമ്മൾ പോളാർ റീജിയനിൽ ചെന്ന് നോക്കിയിട്ടുണ്ടെങ്കിലോ GPന്റെ വാല്യൂ കൂടുതലല്ലേ, അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യും, വെയിറ്റ് കൂടുതലായിരിക്കും. ഓക്കെ, വെയിറ്റ് ഇവിടെ കൂടുതലായിരിക്കും പോളാർ റീജിയനിൽ. മനസ്സിലായല്ലോ. യെസ്, അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് ഷേപ്പിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ള കാര്യം കേട്ടോ. ഷേപ്പിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ള കാര്യം. യെസ്, ഇനി ഇവിടെ എന്താ പറയുന്നത്, ഇവിടെ പറയുന്നത് ഹൈറ്റ്. ഓക്കെ, ഫസ്റ്റ് ഹൈറ്റിനല്ലേ പറയുന്നത്, ബിലോ ആൻഡ് എബവ് സർഫസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഹൈറ്റ് എടുക്കാം. അതായത് എബവ് ദി സർഫസ് ആണ് നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. ആ ഹൈറ്റിന്റെ ഇത് എത്രയാണ്, H എന്നാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. സർഫസിൽ നിന്നും H ഹൈറ്റ് അകലെയാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ സെൻട്രൽ നിന്നും ഇത് എത്ര ഡിസ്റ്റൻസ് അകലെയായിരിക്കും ഇവിടെ, എർത്തിന്റെ സെൻട്രൽ നിന്നും ഇത് ഏറെക്കുറെ RE+H അല്ലെ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ R+H ഡിസ്റ്റൻസ് അകലെയായിരിക്കും ആരിയിരിക്കുന്നത്, നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. സർഫസിൽ നിന്നും H ഡിസ്റ്റൻസ് അകലെയാണ് ഇരിക്കുന്നതെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, യെസ്, F ഇസ് ഈക്വൽ ടു, അതായത് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന എന്താ പറയുക ഫോഴ്സ് എന്ന് പറയുന്നത് GME ഇൻറ്റു M നമ്മുടെ ഒബ്ജക്റ്റിന്റെ മാസ് ഡിവൈഡഡ് ബൈ RE+H ദ ഹോൾ സ്ക്വയർ. അതാണ് ഫസ്റ്റ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അറ്റ് ഹൈറ്റ് Hലാണെന്നുണ്ടെങ്കിൽ അവിടെ അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ക്ലിയർ അല്ലേടാ. യെസ്, ഇനി എന്താ ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്തു, യെസ്, FH/M കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, GM/RE+H ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ. യെസ്, നമ്മുടെ G(H) നമുക്ക് എന്ത് കിട്ടി, GME ഡിവൈഡഡ് ബൈ RE+H ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി അല്ലേ. GM/R² അല്ലേ. യെസ്, സോ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതല്ലേ നമുക്ക് കിട്ടിയ ഇക്വേഷൻ. ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്തത് എന്തായിരുന്നു, GM/R² അറ്റ് ദി സർഫസ്. ഓക്കെ, ഇനി സർഫസിൽ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പറയും, GM/R², സ്മോൾ ലെറ്റർ R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് റെപ്രസെന്റ്സ് വാട്ട്, R+H. ഓക്കെ, സോ നമുക്ക് കിട്ടി G(H) ഇസ് ഈക്വൽ ടു RE+H ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ അല്ലേ. ഇനി ഈ ഹൈറ്റ് ഉണ്ടല്ലോ, ഈ ഹൈറ്റ് വളരെ വളരെ ചെറുതാണെന്ന് വിചാരിക്കുക. ഈ H എന്ന് പറയുന്നത് RE-നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു അപ്രോക്സിമേഷൻ കൊണ്ടുവരാണ്. ഓക്കെ, ഫസ്റ്റ് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ, ഫസ്റ്റ് ഞാൻ ഈ G(H) ഉണ്ടല്ലോ, G(H)നെ ഞാനൊന്ന് മോഡിഫൈ ചെയ്ത് എഴുതുവാണ്. GM, ഞാൻ ഈ ME എന്ന് ഞാൻ സ്പെസിഫൈ ചെയ്ത് എഴുതുന്നില്ല, M എന്ന് ഇടുന്നുള്ളൂ. അത് മാസ് ഓഫ് എർത്ത് ആണ് ഡിവൈഡഡ് ബൈ, അതുപോലെ RE-ക്ക് പകരം ഞാൻ ഇനി R എന്ന് യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. സോ R പ്ലസ്, ഇനി ഞാൻ എന്ത് ചെയ്യുക, R/R × H ഇട്ടു. എന്തെങ്കിലും തെറ്റ് വരുമോ, ഇല്ല, ഒരു തെറ്റും വരത്തില്ല. കാരണം എന്താണ്, R മാറും ക്യാൻസൽ ആയി പോലും, റിസൾട്ടിൽ ഒരു മാറ്റം വരത്തില്ല. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവോ, GM ഡിവൈഡഡ് ബൈ, ഇവിടെ മാറുണ്ട് ഇവിടെ മാറുണ്ട്. സോ ഇത് ടോട്ടൽ ഹോൾ സ്ക്വയർ ആണ് കിടക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു, R² പുറത്തേക്ക് എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ എന്ത് വരും, 1 വരും, പ്ലസ് H/R ദ ഹോൾ സ്ക്വയർ എന്ന് വരും.
ഓക്കെ, ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? GM/r² അങ്ങനെ തന്നെ വെച്ചു. കാരണം എന്തുവാ? GM/r² എനിക്കറിയാം എന്താണ്. യെസ്, ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദി സർഫസ്. ഓക്കെ, സോ ഞാൻ ഇവിടെ എന്ത് ചെയ്യാൻ പോവാണ്? ഈ GM/r² ഞാൻ കൊടുക്കാൻ പോവാണ്. G എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടുവാണ്. അപ്പം G(h) അല്ലെങ്കിൽ G' എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്തു? G into 1 plus h/r all raised to -2. ഓക്കെ, ഇവിടെ താഴെ കിടക്കുന്നത് 1/1 plus h/r all square ആണ് കിടക്കുന്നത്. സോ ഞാൻ മുകളിലോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? -2 വരും. ഓക്കെ, -2 വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു അപ്രോക്സിമേഷൻ ഉണ്ട്. 1 plus x the whole raised to n എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ, if 1 is much greater than x, ഓക്കെ, 1 is much greater than x ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1 plus nx എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്രോക്സിമേഷൻ എങ്ങനെയാണ് വരുന്നത്? 1 plus nx എന്ന് പറഞ്ഞിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്യുവാണ്. അപ്രോക്സിമേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എന്താ വരുന്നത്? G into 1 plus ഇവിടെ എന്താ? എന്നിന്റെ സ്ഥലത്ത് എന്താ ഇവിടെ കിടക്കുന്നത്? -2. സോ -2 into h/r. ഓക്കെ, സോ എനിക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. സോ ഇതിനെ ഞാൻ ഒന്നുകൂടെ എഴുതി കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 1 minus 2h/r എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? 1 minus 2h/r എന്ന് കിട്ടും. ഇതാണ് ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലാണ് നമ്മുടെ സർഫസിൽ നിന്നും ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ ആണ്. പക്ഷെ ഇത് പ്രോബ്ലംസ് ചെയ്യുമ്പോഴല്ല, കമ്പാരിസൺ സ്റ്റഡീസിനാണ് എടുക്കുക. കാരണം എന്താണ്? ഇതൊരു അപ്രോക്സിമേഷനാണ്. ഓക്കെ, അപ്രോക്സിമേറ്റഡ് ആയിട്ടുള്ള വാല്യൂ ആണ്, എക്സാക്ട് വാല്യൂ അല്ല. സോ അതുകൊണ്ട് ഇത് കമ്പാരിസൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് മാത്രമേ നമ്മളത് യൂസ് ചെയ്യത്തുള്ളൂ കേട്ടോ. ഓക്കെ, സോ ദിസ് ഇസ് ഹിയർ അപ്രോക്സിമേറ്റഡ് വാല്യൂ 1 minus 2h/r. ഇനി അടുത്ത എന്താ പറയുന്നത്? അടുത്തത് നമ്മൾ ഡെപ്തിലോട്ട് പോവാണ്. അതായത് നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ലെറ്റ്സ് സേ ദാ ഇവിടെ നിന്നും d ഡിസ്റ്റൻസ് താഴെ പോയി. ഓക്കെ അല്ലെ? d ഡിസ്റ്റൻസ് താഴെ പോയി. ഇതാണ് എർത്തിന്റെ സെന്റർ എന്ന് വിചാരിക്കും. ഓക്കെ, സോ ഇവിടെ നിന്ന് തൊട്ട് ഇവിടെ വരെ എന്താ ഈ ഡിസ്റ്റൻസ്? ഇത് എർത്തിന്റെ റേഡിയസ് RE എന്ന് പറയുന്നത് അല്ലെ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു, അതായത് G നമ്മൾ എടുക്കുമ്പം ബിലോ ദ സർഫസ്, ബിലോ എർത്ത് സർഫസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെൻസിറ്റിയുടെ ടേം വരുന്ന ഗ്രാവിറ്റേഷണൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എടുക്കുക അല്ലേ? അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ജീന്റെ വാല്യൂ കണ്ടുപിടിച്ചപ്പം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളെ എന്തായിരിക്കും നമ്മുടെ മാസ് വരുന്നത്? അല്ലെങ്കിൽ ജീന്റെ വാല്യൂ എന്താ വരുന്നത്? ആ ജീന്റെ വാല്യൂ എന്തായിരുന്നു? 4/3 g/r rho അല്ലെ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത് അല്ലെ? 4/3 πr റോ ആണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഇക്വേഷനിൽ ഞാൻ ഇവിടെ r പകരം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അതായത് g' എന്ന് പറഞ്ഞിട്ട് ഞാൻ റെപ്രസെന്റ് ചെയ്യുവാണ്. 4/3 π g റോ r minus d. ഓക്കെ, r minus d. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? r ഞാൻ പുറത്തേക്ക് എടുക്കാൻ പോവാ. ഓക്കെ, r ഞാൻ പുറത്തേക്ക് എടുക്കാൻ പോവാണ്. 4/3 π g റോ r 1 minus d/r. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷൻ നോക്കിക്കേ. 4/3 π g റോ r. സോ എക്സാക്ട്ലി ഇതെന്താ? G ആണ്. സോ അങ്ങനെയാണെങ്കിൽ G into 1 minus d/r ആണ് എന്ത് വരുന്നത്? ഡെപ്തിലിരിക്കുമ്പം വരുന്ന നമ്മുടെ, അതായത് ബിലോ ദ സർഫസ് ആണ് വരുന്നതെങ്കിൽ ആ ഒബ്ജക്റ്റിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും റിലേറ്റ് ചെയ്തിട്ടുണ്ടാവുക? G അറ്റ് ദ സർഫസിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു 1 minus d/r ആയിരിക്കും നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, യെസ്, ഹിയർ ഈസ് അവർ ഇക്വേഷൻ. യെസ്, ഓക്കെ, സോ ഇതായിരിക്കും നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ക്ലിയർ അല്ലേ? സോ ദാസ് as we go down below the earth surface, the acceleration due to gravity എന്താ ചെയ്യുന്നത്? യെസ്, കുറയുവാണ് ചെയ്യുന്നത്. ആ കുറയുന്ന ഫാക്ടർ എന്താണ്? യെസ്, 1 minus d/r ഈ റേഞ്ചിലായിരിക്കും അത് കുറയുന്നത്. ഇനി സമ്മറൈസ് ചെയ്യാം. വേരിയേഷൻ ഓഫ് G വിത്ത് ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? G' is equal to G into 1 minus 2h/r ആണ്. ഓക്കെ, ഇനി അടുത്തത് എന്താ വരുന്നത്? യെസ്, വേരിയേഷൻ ഡ്യൂ ടു ഡെപ്ത് വരുന്നത് G is equal to G into 1 minus d/r. ഓക്കെ, സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് വേറെ പഠിക്കാനുള്ളത്? നമുക്ക് എന്തായിരുന്നു? എസ്കേപ്പ് വെലോസിറ്റി പഠിക്കാനുണ്ട്. സോ യെസ്, അപ്പം നമുക്ക് കണ്ടിന്യൂ ചെയ്യണോ അതോ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഒരു ബ്രേക്ക് എടുത്തിട്ട് അടുത്ത ദിവസം നമുക്ക് പഠിക്കണം എന്നുള്ളത് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ എനിക്ക് തോന്നുന്നു ഒരു 1 hour സെഷനാണ്. സോ എവറി ഡേ നിങ്ങൾ ഒരു 1 hour NCERTക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. നാളെ തന്നെ നമ്മൾ അടുത്ത ഇതിൻ്റെ ഒരു ഭാഗം ഇടുന്നതായിരിക്കും. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുകയും ചെയ്യും. സോ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടവർ നാളത്തെ വീഡിയോയും കൂടെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. സോ സ്റ്റേ ട്യൂൺഡ് ടു വേദാന്തു മലയാളം ചാനൽ ഫോർ മോർ വീഡിയോസ് ആൻഡ് അപ്ഡേറ്റ്സ്. Thank you so much. Bye bye.